Good evening all. And the screen visible ആണോ? Okay, thank you Tanu. Thank you. So let us start today's session. Chapter 3 Operational Amplifier രണ്ടാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഐഡിയൽ ഓപ്പാമ്പ് എന്താണെന്നും ഐഡിയൽ ഓപ്പാമ്പിന്റെ പ്രോപ്പർട്ടീസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംപ്ലിഫയേഴ്സും നമ്മൾ പറഞ്ഞു. 4 ഡിഫറെന്റ് ഡിവൈസസിനെ കുറിച്ച് പറഞ്ഞു. പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഓപ്പാമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞത് ഇൻപുട്ട് റെസിസ്റ്റൻസ് വിൽ ബി ഐഡിയലി ഇൻഫിനിറ്റി, ആർ ഔട്ട് വിൽ ബി ഐഡിയലി 0. പിന്നെ നമ്മൾ പറഞ്ഞു ഡിഫറൻഷ്യൽ ഗെയിൻ എ ഡി വിൽ ബി ഇൻഫിനിറ്റി, കോമൺ മോഡ് ഗെയിൻ എ സി വിൽ ബി 0, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ വിൽ ബി ഇൻഫിനിറ്റി. Then power supply rejection ratio PSRR also will be infinity. Bandwidth will be infinity. Slew rate SR also will be infinity in the ideal case. Right. And the namala input offset current, output offset voltage ഒക്കെ പറഞ്ഞു. Ideally input offset current 0 ആയിരിക്കും. Ideally output offset voltage 0 volts ആയിരിക്കും. അതിൽ ഇൻപുട്ട് ബയസ് കറണ്ട് ഡെഫിനിഷൻ ഞാൻ ഇന്നലെ പറയാൻ വിട്ടുപോയി. ഇൻപുട്ട് ബയസ് കറണ്ട് നമ്മൾ പറഞ്ഞു ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് ഡിഫൈൻ ചെയ്തപ്പോൾ പറഞ്ഞു 2 കറണ്ട് ഇൻപുട്ടിലോട്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. പോസിറ്റീവ് ടെർമിനൽ ഒരു കറണ്ടും നെഗറ്റീവ് ടെർമിനൽ വേറൊരു കറണ്ടും. ഐഡിയൽ ആണെങ്കിൽ കറണ്ട് ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞു. സോ ഓഫ്സെറ്റ് കറണ്ടും ഇൻപുട്ട് ബയസ് കറണ്ടും നോൺ ഐഡിയൽ കണ്ടീഷനിലെ ഡെഫിനിഷൻസ് ആണ്. ഒപ്പം ഐഡിയൽ അല്ലെങ്കിലേ ഇൻപുട്ടിൽ കറണ്ട്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് നമ്മൾ പറഞ്ഞു. ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്താ നമ്മൾ പറഞ്ഞായിരുന്നു, മാഗ്നിറ്റ്യൂഡ് ആയിട്ടാണെന്ന് പറയാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഐ ബി പ്ലസ് ആൻഡ് ഐ ബി മൈനസ് മാഗ്നിറ്റ്യൂഡ് ആണ്. ഐ ബി പ്ലസ് മൈനസ് ഐ ബി മൈനസ് എടുക്കാം, അല്ലെങ്കിൽ ഐ ബി മൈനസ് മൈനസ് ഐ ബി പ്ലസ് എടുക്കാം. എന്തായാലും ഡിഫറൻസ് ആണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. റൈറ്റ്. അതിന്റെ കൂടെ ഇൻപുട്ട് ബയസ് കറണ്ട് എന്നൊരു പാരാമീറ്ററും കൂടിയുണ്ട്. ഇൻപുട്ട് ബയസ് കറണ്ട് അത് നമ്മൾ ഇന്നലെ പറയാൻ വിട്ടുപോയി. ഇൻപുട്ട് ബയസ് കറണ്ട് അത് ജസ്റ്റ് ഒരു ഡെഫിനിഷൻ മാത്രമാണ്. ഇൻപുട്ട് ബയസ് കറണ്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്പാമ്പില് ഇൻപുട്ട് ബയസ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട്സിന്റെ ആവറേജ് മൈനസ് രണ്ടും കൂടെ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 2. അതായിരിക്കും ഇൻപുട്ട് ബയസ് കറണ്ട് IBC. റൈറ്റ്. ഇൻപുട്ട് ബയസ് കറണ്ട് നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് മാത്രമേ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. റൈറ്റ്. ഇൻപുട്ട് ബയസ് കറണ്ട് ഐഡിയൽ കേസിൽ കറണ്ട് ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. സോ ഐ ബി പ്ലസിന്റെയും ഐ ബി മൈനസിന്റെയും സമ്മ 0 ആയിരിക്കും. ഐഡിയൽ കേസിൽ ഇൻപുട്ട് ബയസ് കറണ്ട് 0 ആയിരിക്കും. ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ടും ഐഡിയൽ കണ്ടീഷനിൽ 0 ആയിരിക്കും. റൈറ്റ്. Typical values input bias current input offset current in the order of nano amperes ആയിരിക്കും. നാനോ ആംപിയേഴ്സ്. റൈറ്റ്. ഇൻപുട്ട് ബയസ് കറണ്ടും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ആവറേജ് ഓഫ് ഇൻപുട്ട് കറണ്ട്സ് ആണ് ഇൻപുട്ട് ബയസ് കറണ്ട്. ഐഡിയലി ഇതിന്റെ വാല്യൂ 0 ആയിരിക്കണം. ബട്ട് നമ്മളത് ഡിഫൈൻ ചെയ്യുന്നത് നോൺ ഐഡിയൽ കണ്ടീഷൻസിലാണ്. ഓപ്പാമ്പ് ഐഡിയൽ അല്ലെങ്കിൽ മാത്രമേ ഇൻപുട്ടിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ. ഓപ്പാമ്പ് ഐഡിയൽ ആണെങ്കിൽ ഇൻപുട്ട് ഇംപെഡൻസ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റ് ആയതുകൊണ്ട് ഇൻപുട്ട് കറണ്ട് വിൽ ബി 0 ആംപിയേഴ്സ് ആയിരിക്കും. ബോത്ത് ഇൻപുട്ട് കറണ്ട്സും 0 ആംപിയേഴ്സ് ആയിരിക്കും. ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് ഓഫ് കോഴ്സ് 0 ആയിരിക്കും. ഐഡിയൽ ആണെങ്കിൽ ഇൻപുട്ട് ബയസ് കറണ്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. റൈറ്റ്. ഇനി നമുക്ക് ഇന്ന് ഓപ്പാമ്പ് ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ ആണ് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒപ്പാമ്പിന്റെ ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ. ഐഡിയൽ ഓപ്പാമ്പ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ വയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു
രണ്ട് ഇൻപുട്ട് ടെർമിനൽസ് ഉണ്ടാവും, പോസിറ്റീവ് ഇൻപുട്ടും നെഗറ്റീവ് ഇൻപുട്ടും. അതിൻ്റെ കൂടെ പോസിറ്റീവ് സപ്ലൈ വോൾട്ടേജ് ഉണ്ടാവും, ലെറ്റ് us say പ്ലസ് VCC ആൻഡ് മൈനസ് VCC. ഒരു ഔട്ട്പുട്ട് ടെർമിനലും നമ്മൾ കാണിക്കും. റൈറ്റ്, ഇതിൽ നമ്മൾ പോസിറ്റീവ് ഇൻപുട്ടിൽ ലെറ്റ് us say നമ്മൾ 2 വോൾട്ട് കൊടുത്തെന്ന് വിചാരിക്കുക. 2 വോൾട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇവിടെ 1 വോൾട്ടാണ് കൊടുത്തിരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു ഓപ്പാമ്പ് എപ്പോഴും ഡിഫറൻസ് ഇൻ ഇൻപുട്ടാണ് ആംപ്ലിഫൈ ചെയ്യാന്ന് പറഞ്ഞു. പോസിറ്റീവ് ഇൻപുട്ടിലെ പൊട്ടൻഷ്യൽ മൈനസ് നെഗറ്റീവ് ഇൻപുട്ടിലെ പൊട്ടൻഷ്യൽ മൾട്ടിപ്ലൈഡ് ബൈ ദ ഡിഫറൻഷ്യൽ ഗെയിൻ, അതായിരിക്കും ഓപ്പാമ്പിന്റെ ഔട്ട്പുട്ട്, വി ഔട്ട്. ഓപ്പാമ്പ് ഐഡിയൽ ആണെങ്കിൽ, ഐഡിയൽ ഓപ്പാമ്പ് ആണെങ്കിൽ, ഇഫ് ഓപ്പാമ്പ് ഇസ് ഐഡിയൽ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു എ ഡി ഇൻഫിനിറ്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. ഐഡിയൽ ആണെങ്കിൽ എ ഡി ഇൻഫിനിറ്റ് ആയിരിക്കും. ആൻഡ് ദ ഡിഫറൻസ് ഈസ് നത്തിങ് ബട്ട് 2 വോൾട്ട് ആണ് പോസിറ്റീവ് അല്ലെ, മൈനസ് 1 വോൾട്ട് നെഗറ്റീവ്. സോ 2 മൈനസ് 1 പോസിറ്റീവ് 1 ആണ്. പോസിറ്റീവ് 1 മൾട്ടിപ്ലൈഡ് ബൈ ഡിഫറൻഷ്യൽ ഗെയിൻ ഇൻഫിനിറ്റ് ആണ്. സോ വി ആർ എക്സ്പെക്ടിങ് അറ്റ് പോസിറ്റീവ് ഇൻപുട്ട്, സോറി പോസിറ്റീവ് ഇൻഫിനിറ്റി അറ്റ് ഔട്ട്പുട്ട് സൈഡ്. റൈറ്റ്, തിയററ്റിക്കലി ഔട്ട്പുട്ടിൽ പോസിറ്റീവ് ഇൻഫിനിറ്റ് ആയിരിക്കണം. പക്ഷേ ഔട്ട്പുട്ടിന് ഒരിക്കലും പോസിറ്റീവ് ഇൻഫിനിറ്റിലോട്ട് പോകാൻ പറ്റില്ല. പോസിറ്റീവ് മാക്സിമം എവിടെ സാച്ചുറേറ്റ് ചെയ്യും? മാക്സിമം പോസിറ്റീവ് വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് VCC ആയിരിക്കും അല്ലെ. അപ്പോൾ ഈ കേസിൽ പ്ലസ് ഇൻഫിനിറ്റിക്ക് പോലെ എന്തായിരിക്കും? പോസിറ്റീവ് വോൾട്ടേജ് ആയിരിക്കും ഔട്ട്പുട്ടിൽ ഉണ്ടാവുക. അതിന്റെ മാക്സിമം പോസിബിൾ വാല്യൂ എത്രയായിരിക്കും? പോസിറ്റീവ് VCC ആയിരിക്കും. കാരണം മാക്സിമം നമ്മൾ കൊടുത്തിരിക്കുന്ന സപ്ലൈ പോസിറ്റീവ് VCC ആണ്. റൈറ്റ്, ഐഡിയലി നമ്മൾ ഇൻഫിനിറ്റ് എന്ന് പറയും, പക്ഷേ നമ്മൾ എത്രയാണോ സപ്ലൈ കൊടുത്തിരിക്കുന്നത് അത്രയായിരിക്കും ഔട്ട്പുട്ടിൽ വരുന്നുണ്ടാവും. റൈറ്റ്, നേരെ തിരിച്ച് നമ്മൾ ഇൻവേർട്ടിങ്ങിൽ കൂടുതലും നോൺ ഇൻവേർട്ടിങ്ങിൽ കുറവാണെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക? വി പ്ലസ് 1 ആണ്, മൈനസ് വി മൈനസ് 2 ആണ്, മൾട്ടിപ്ലൈഡ് ബൈ ഇൻഫിനിറ്റി. 1 മൈനസ് 2 നെഗറ്റീവ് 1 ആയിരിക്കും. നെഗറ്റീവ് 1 മൾട്ടിപ്ലൈഡ് ബൈ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റ് ആയിരിക്കും. ഏറ്റവും കുറഞ്ഞ വാല്യൂ, ലീസ്റ്റ് വാല്യൂ, മാഗ്നിറ്റ്യൂഡ്, മാക്സിമം മാഗ്നിറ്റ്യൂഡ് പോസിബിൾ എത്രയാണ്? VCC ആണ് അല്ലെ. മൈനസ് VCC വരെ അതിന് പോകാൻ പറ്റുന്നുണ്ടാവുള്ളൂ. തിയററ്റിക്കലി നമുക്ക് മൈനസ് ഇൻഫിനിറ്റ് ആണ് റിസൾട്ട് വരുന്നതെങ്കിലും ഔട്ട്പുട്ട് സാച്ചുറേറ്റ് ചെയ്ത് പോകും. എവിടെ സാച്ചുറേറ്റ് ചെയ്യാം? മൈനസ് VCCയിൽ സാച്ചുറേറ്റ് ചെയ്ത്. റൈറ്റ്, അപ്പോൾ ഒരു ഓപ്പാമ്പില് നമുക്കൊരു ഓപ്പാമ്പ് ഓപ്പൺ ലൂപ്പിൽ വെച്ചിട്ട് ഇൻപുട്ട് വോൾട്ടേജ് ഒക്കെ സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏത് ഇൻപുട്ടിലാണോ കൂടുതൽ നോക്കുക. പോസിറ്റീവ് ആണ് കൂടുതലെങ്കിൽ ഔട്ട്പുട്ട് പോസിറ്റീവ് മാക്സിമം ആയിരിക്കും, പോസിറ്റീവ് സപ്ലൈ വോൾട്ടേജ് ആയിരിക്കും. നെഗറ്റീവില് ആണ് കൂടുതലെങ്കിൽ ഔട്ട്പുട്ട് നെഗറ്റീവ് മിനിമം ആയിരിക്കും, ഓർ മൈനസ് VCC ആയിരിക്കും. ഓക്കെ ആണോ? ഓപ്പൺ ലൂപ്പിൽ നമുക്ക് ഇഷ്യൂസ് ഒന്നുമില്ല. ഏതാണോ കൂടുതൽ ആ പൊളാരിറ്റി ആയിരിക്കും ഔട്ട്പുട്ടിൽ ഉണ്ടാവുക. അതിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് മാക്സിമം വാല്യൂ പോസിറ്റീവ് VCC, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് മിനിമം വാല്യൂ മൈനസ് VCC ആയിരിക്കും. റൈറ്റ്, അപ്പം ഓപ്പൺ ലൂപ്പിൽ എപ്പോഴും 2 ചോയ്സസേ ഉണ്ടാവുള്ളൂ ഔട്ട്പുട്ട്. ഓപ്പൺ ലൂപ്പ് ആണെങ്കിൽ നമുക്ക് കണ്ണടച്ചിട്ട് പറയാം ഔട്ട്പുട്ട് ഒന്നുകിൽ എന്തായിരിക്കും? പോസിറ്റീവ് VCC ആയിരിക്കും, അല്ലെങ്കിലോ മൈനസ് VCC ആയിരിക്കും. വേറെ ചോയ്സസ് ഒന്നും തന്നെ ഇല്ല. സോ ഒരു ഓപ്പാമ്പ് ഓപ്പൺ ലൂപ്പിലാണെങ്കിൽ output will be maximum at positive VCC, or output will be at minimum equal to minus VCC. Right. അതിൽ നമുക്ക് സംശയമൊന്നും തന്നെ ഇല്ല. ഐഡിയലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇൻഫിനിറ്റ് ആണ്. നിങ്ങൾക്കറിയാം ഇൻഫിനിറ്റ് അച്ചീവ് ചെയ്യാൻ പോസിബിൾ അല്ല. സപ്ലൈ വോൾട്ടേജ് ഇൻഫിനിറ്റ് കൊടുത്താൽ മാത്രമേ എന്ത് വരുള്ളൂ? ഔട്ട്പുട്ടിൽ ഇൻഫിനിറ്റ് വരുള്ളൂ. റൈറ്റ്, അപ്പം നമ്മൾ ഓപ്പൺ ലൂപ്പിൽ ഇന്നലെ പറഞ്ഞു വി പ്ലസ് വിൽ നോട്ട് ബി ഈക്വൽ ടു വി മൈനസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. റൈറ്റ്, സെയിം ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ ആണ്, ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. ഇങ്ങനെ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ആ കാര്യം ഒന്ന് പറയാൻ വേണ്ടി മാത്രം. പോസിറ്റീവ് ഇൻപുട്ട് ഉണ്ട്, നെഗറ്റീവ് ഇൻപുട്ട് ഉണ്ട്. റൈറ്റ്, നമ്മൾ സപ്ലൈ കൊടുത്തിരിക്കുന്നത് ലെറ്റ് us assume പോസിറ്റീവില് പ്ലസ് ഇൻഫിനിറ്റി കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. പോസിബിൾ അല്ല.
മൈനസ് ഇൻഫിനിറ്റ് ആണ് നെഗറ്റീവിൽ കൊടുത്തിരിക്കുന്നത് വിചാരിക്കുക. ആൻഡ് ദിസ് ഈസ് മൈ ഔട്ട്പുട്ട്. ഇത് 2 വോൾട്ടും ഇത് 1 വോൾട്ടും ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. റൈറ്റ്. അപ്പോൾ നമുക്കറിയാം വി ഔട്ട് വിൽ ബി നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ എന്തായിരിക്കും? പോസിറ്റീവ് ഇൻപുട്ട് ഞാൻ വി പ്ലസ് എന്ന് വിളിക്കും, മൈനസ് നെഗറ്റീവ് ഇൻപുട്ടിനെ വി മൈനസ് എന്ന് വിളിക്കും, മൾട്ടിപ്ലൈഡ് ബൈ എ ഡി ആയിരിക്കും എൻ്റെ വി ഔട്ട്. റൈറ്റ്. ഈ കേസിൽ വി ഔട്ട് വിൽ ബി വി പ്ലസ് എന്താണ്? 2 വോൾട്ട്സ് ആണ് അല്ലേ? 2 മൈനസ് വി മൈനസ് 1 വോൾട്ട് ആണ്, മൾട്ടിപ്ലൈഡ് ബൈ എ ഡി ഐഡിയലി എന്താണ്? ഇൻഫിനിറ്റ് ആണ്. ഐഡിയൽ ഓപ്പ് ആംപ് ആണെങ്കിൽ എ ഡി വിൽ ബി ഇൻഫിനിറ്റ് ആയിരിക്കും. Right, so I am expecting V out equal to 2 minus 1 is positive 1 multiplied by infinity is positive infinity. Output positive infinity ആയിരിക്കും because ഞാൻ സപ്ലൈ വോൾട്ടേജ് എത്ര കൊടുത്തിട്ടുണ്ട്? പോസിറ്റീവ് ഇൻഫിനിറ്റി കൊടുത്തിട്ടുണ്ട്. ഹൈപ്പോത്തറ്റിക്കൽ ആണ്, ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. റൈറ്റ്. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞു വി പ്ലസ് നോട്ട് ഈക്വൽ ടു വി മൈനസ് ആയിരിക്കും ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു. അതിന് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷന് വേണ്ടി മാത്രം ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ പറഞ്ഞു എന്ന് മാത്രം. So V out equal to V plus minus V minus multiplied by AD, open loop gain. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത് ഇപ്പം ഇൻഫിനിറ്റ് ആണ്, സപ്ലൈ വോൾട്ടേജ് ഇൻഫിനിറ്റ് ആണ്. സോ ഔട്ട്പുട്ട് ഈസ് ഇൻഫിനിറ്റി ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു ഡിഫറൻഷ്യൽ ഗെയിൻ മൾട്ടിപ്ലൈഡ് ബൈ ദ ഡിഫറൻസ് ഇൻ ദ ഇൻപുട്സ് V plus minus V minus. റൈറ്റ്. ഐഡിയലി എ ഡി എന്താന്ന് പറഞ്ഞു? നമ്മൾ ഇൻഫിനിറ്റ് ആന്ന് പറഞ്ഞു അല്ലേ? സോ പോസിറ്റീവ് ഇൻഫിനിറ്റി അപ്പോൺ ഇൻഫിനിറ്റി വിൽ ബി ഈക്വൽ ടു വി പ്ലസ് മൈനസ് വി മൈനസ്. സോ വി പ്ലസ് ഈക്വൽ ടു വി മൈനസ് ആണെങ്കിൽ ഈ റേഷ്യോ എന്തായിട്ട് മാറണം? ഈ റേഷ്യോ എന്തായിട്ട് മാറണം? ഷുഡ് ബി 0 ആയിരിക്കണം അല്ലേ? ഇൻഫിനിറ്റ് അപ്പോൺ ഇൻഫിനിറ്റി 0 എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഇത് വി ഔട്ട് ആയിരുന്നു. ദിസ് ഈസ് മൈ വി ഔട്ട്. റൈറ്റ്. ഇതായിരുന്നു എൻ്റെ വി ഔട്ട് ന്യൂമറേറ്റർ. ഓക്കെ. വി ഔട്ട് ഫൈനൈറ്റ് ആണെങ്കിൽ മാത്രം, ഇഫ് വി ഔട്ട് ഈസ് ഫൈനൈറ്റ്, ശ്രദ്ധിച്ചിരിക്കണേ, ഫൈനൈറ്റ് ആണെങ്കിൽ മാത്രം നമുക്ക് ഈ റേഷ്യോ എങ്ങോട്ട് പോകുമെന്ന് അറിയാം. ഈ റേഷ്യോ എങ്ങോട്ട് പോകും? ന്യൂമറേറ്റർ ഫൈനൈറ്റ് ആണെങ്കിൽ മാത്രമേ എങ്ങോട്ട് പോവുള്ളൂ? ഫൈനൈറ്റ് അപ്പോൺ ഇൻഫിനിറ്റി എങ്ങോട്ട് പോകും? 0 പോകും അല്ലേ? പക്ഷേ നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് എന്തായിരിക്കില്ല? ഫൈനൈറ്റ് ആയിരിക്കില്ല. അപ്പൊ നമ്മളൊരു ഓപ്പ് ആമ്പില് ഇൻഫിനിറ്റ് സപ്ലൈ കൊടുത്ത് അല്ലെങ്കിൽ വെരി ലാർജ് വാല്യൂ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൈറ്റ് ഔട്ട്പുട്ട് കിട്ടില്ല. അതുകൊണ്ട് തിയററ്റിക്കലി നമ്മൾ എഴുതുന്ന സമയത്ത് വി ഔട്ട് ഈസ് ഈക്വൽ ടു വി പ്ലസ് മൈനസ് വി മൈനസ് മൾട്ടിപ്ലൈഡ് ബൈ എ ഡി എന്നുള്ളത് വി ഔട്ട് ബൈ എ ഡി ആയിരിക്കും. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻപുട്സ് വി പ്ലസ് മൈനസ് വി മൈനസ്. അത് 0 ആണെങ്കിൽ എ ഡി ഇൻഫിനിറ്റ് ആയിരിക്കണം. അതിന് ഐഡിയൽ ആയാൽ മതി. ഈ കേസിലും അത് ഐഡിയൽ ആണ്. ബട്ട് ഈ റേഷ്യോ 0 ആവണമെങ്കിൽ, വി ഔട്ട് അപ്പോൺ എ ഡി 0 ആവണമെങ്കിൽ, പ്രൊവൈഡഡ് എ ഡി ഈക്വൽ ടു ഇൻഫിനിറ്റ് ആണെങ്കിൽ പോലും വി ഔട്ട് ഫൈനൈറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്കത് 0 ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ 0 ആണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? വി പ്ലസ് ഈക്വൽ ടു വി മൈനസ് ആവുള്ളൂ. പക്ഷേ ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷനിൽ സപ്ലൈ വോൾട്ടേജ് ലാർജ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ റേഷ്യോ വി ഔട്ട് ഡിവൈഡ് ബൈ എ ഡി റേഷ്യോ എപ്പോഴും 0 പോവില്ല. 0 ആണെന്ന് എപ്പോഴും 0 ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷനിൽ നമ്മൾ പറയും വി പ്ലസ് നോട്ട് ഈക്വൽ ടു വി മൈനസ്. റൈറ്റ്. ഈ റീസൺ മനസ്സിലായിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഓർത്തിരിക്കുക, ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ ആണെങ്കിൽ വി പ്ലസ് നോട്ട് ഈക്വൽ ടു വി മൈനസ് ആയിരിക്കും. അത് ഒബ്വിയസ് ആണ്. നിങ്ങൾ നോക്കിയേ, വി പ്ലസിൽ ഞാൻ കൊടുത്തത് 2 വോൾട്ട് ആണ്, വി മൈനസിൽ കൊടുത്തിരിക്കുന്നത് എത്രയേ ഉള്ളൂ? 1 വോൾട്ടേ ഉള്ളൂ. വി പ്ലസ് ഈക്വൽ ടു വി മൈനസ് എന്ന് പറയുന്നത് ഇവിടെ മീനിങ് ലെസ് ആണ്. ഓക്കെ ആണോ? ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷനിൽ വി പ്ലസ് നെവർ ഈക്വൽ ടു വി മൈനസ്. അതിന് കാരണം നമ്മൾ പറഞ്ഞു, സപ്ലൈ വോൾട്ടേജ് ഇൻഫിനിറ്റി കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് ഇൻഫിനിറ്റി വരെ പോവാം. സോ ഇൻഫിനിറ്റ് ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി നമുക്ക് 0 എന്ന് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വി പ്ലസ് ഈക്വൽ ടു വി മൈനസ് എന്ന് എപ്പോഴും പറയാൻ പറ്റില്ല. സോ വി വിൽ കൺക്ലൂഡ് ദാറ്റ് വി പ്ലസ് നോട്ട് ഈക്വൽ ടു വി മൈനസ് ഇൻ ഓപ്പൺ ലൂപ്പ് ഓപ്പ് ആംപ് കോൺഫിഗറേഷൻസ്. ഓക്കെ ആണോ? അത് ലോജിക്കലി ഇംപ്ലൈഡ് ആണ്. കാരണം വി പ്ലസിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് 2 വോൾട്ടും വി മൈനസിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് 1 വോൾട്ടും ആണ്. വി പ്ലസ് ഈക്വൽ ടു വി മൈനസ് എന്ന് പറയുന്നതിൽ മീനിങ് ഒന്നും തന്നെ ഇല്ല. റൈറ്റ്.
അപ്പോൾ ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷനിൽ വി പ്ലസ് നെവർ ഈക്വൽ ടു വി മൈനസ്, രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. വി പ്ലസ് ഒരു വാല്യൂ ആയിരിക്കും, വി മൈനസ് വേറൊരു വാല്യൂ ആയിരിക്കും. ഡിഫറൻസ് മൾട്ടിപ്ലൈഡ് ബൈ ദ ഔട്ട്പുട്ട്, ഡിഫറൻസ് മൾട്ടിപ്ലൈഡ് ബൈ ദ ഡിഫറൻഷ്യൽ ഗെയിൻ ആയിരിക്കും ഔട്ട്പുട്ട്. ഡിഫറൻഷ്യൽ ഗെയിൻ ഇൻഫിനിറ്റ് ആയതുകൊണ്ട് വി പ്ലസ് മൈനസ് വി മൈനസിന്റെ സൈൻ പോസിറ്റീവ് ആണെങ്കിൽ, വി പ്ലസ് കൂടുതലാണെങ്കിൽ ഔട്ട്പുട്ട് പോസിറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് മാക്സിമം ആയിരിക്കും. ഈ കേസിൽ നമ്മൾ സപ്ലൈ പ്ലസ് ഇൻഫിനിറ്റ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ പ്ലസ് ഇൻഫിനിറ്റ് വരെ വരാം. നേരെ തിരിച്ച് വി പ്ലസ് ലെസ് ദാൻ വി മൈനസ് ആയിരുന്നെങ്കിൽ ഡിഫറൻസ് നെഗറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ഇൻഫിനിറ്റ് ആയിരിക്കും ഔട്ട്പുട്ടിൽ വരുന്നുണ്ടാവുക. സോ താഴെ നമ്മൾ സപ്ലൈ വോൾട്ടേജ് മൈനസ് ഇൻഫിനിറ്റി കൊടുത്തിട്ടുണ്ട്. സോ ഔട്ട്പുട്ട് വിൽ റീച്ച് അറ്റ് മൈനസ് ഇൻഫിനിറ്റി. തിയററ്റിക്കലി ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. സോ സപ്ലൈ വോൾട്ടേജസിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിലെ മാക്സിമം വാല്യൂ വരെ. ഔട്ട്പുട്ട് എപ്പോഴും ഫൈനൈറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴും പോസിറ്റീവ് സപ്ലൈയോ അല്ലെങ്കിൽ നെഗറ്റീവ് സപ്ലൈ ആയിരിക്കും ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷനിൽ ഓപ്പാമ്പിന്റെ ഔട്ട്പുട്ട് ടെർമിനലിൽ വരുന്നുണ്ടാവുക. ഏതാന്നുള്ളത്, ഏത് ഇൻപുട്ടാണോ കൂടുതൽ അതിനനുസരിച്ചിട്ടിരിക്കും. പോസിറ്റീവ് ഇൻപുട്ട് കൂടുതലാണെങ്കിൽ പോസിറ്റീവ് വി സി സി ആയിരിക്കും, നെഗറ്റീവ് ഇൻപുട്ടാണ് കൂടുതലെങ്കിൽ നെഗറ്റീവ് വി സി സി ആയിരിക്കും. രണ്ട് ചോയ്സ് മാത്രമേ അതിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ ആണോ? അപ്പം റീസൺ ക്ലിയർ അല്ലെങ്കിലും കുഴപ്പമില്ല. വി പ്ലസ് നോട്ട് ഈക്വൽ ടു വി മൈനസ് ഇൻ ദ ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻസ്, അത് കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, റൈറ്റ്. അതിനുശേഷം നമുക്ക് ഒന്ന് രണ്ട് ചെറിയ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം. ഈ കാര്യം ക്ലിയർ ആണോ? വി പ്ലസ് നോട്ട് ഈക്വൽ ടു വി മൈനസ് ഇൻ ദ കേസ് ഓഫ് ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ. ഫീഡ്ബാക്ക് കോൺഫിഗറേഷനിൽ അവിടെയും നമുക്ക് ചെക്ക് ചെയ്യണം. പോസിറ്റീവ് ഫീഡ്ബാക്കിലും വി പ്ലസ് നോട്ട് ഈക്വൽ ടു വി മൈനസ് ആയിരിക്കും. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ മാത്രമായിരിക്കും വി പ്ലസ് ഈക്വൽ ടു വി മൈനസ് എന്നുള്ളൊരു കണ്ടീഷൻ വരാം. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ ക്ലിയർ ആണല്ലോ? യെസ് ഓർ നോ? കോപ്പീഡ് ക്ലിയർ ആണോ? സംശയങ്ങളുണ്ടോ? നമ്മളെല്ലാവരും തിരക്കിലാണ്, അപ്പൊ ക്ലാസ് തന്നെ കാര്യങ്ങൾ പഠിച്ചിട്ട് പോവാം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണോ? കോപ്പീഡ്? ഡൺ? ചെറിയ ഒന്ന് രണ്ട് പ്രോബ്ലംസ് ഓപ്പൺ ലൂപ്പിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രോബ്ലംസ് ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. സോ ലെറ്റ് us have question number 1. ഐഡിയൽ ഓപ്പാമ്പ് ആണ്. ഐഡിയൽ ഓപ്പാമ്പ് എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ക്ലിയർ ആണ് കാര്യങ്ങൾ. ഇൻപുട്ടിൽ കറണ്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല, റൈറ്റ്? ഡിഫറൻഷ്യൽ ഗെയിൻ ഐ ഡി ഇൻഫിനിറ്റ് ആയിരിക്കും. ഓക്കെ ആണോ? സപ്ലൈ വോൾട്ടേജ് +5 കൊടുത്തിട്ടുണ്ട്, നെഗറ്റീവില് -5 കൊടുത്തിട്ടുണ്ട്. വി ഔട്ട് എത്രയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇൻപുട്ടിൽ അപ്ലൈ ചെയ്ത വോൾട്ടേജസ് തന്നിട്ടുണ്ട്. 3 വോൾട്ട് ആണ് ഇവിടെ -1 വോൾട്ട് ആണ്. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്? ഓപ്പാമ്പ് ഈസ് ഐഡിയൽ. എത്രയായിരിക്കും നിങ്ങൾ പറഞ്ഞ്? പോസിറ്റീവ് സപ്ലൈ +5ഉം നെഗറ്റീവ് സപ്ലൈ -5ഉം ആയിരിക്കും. ഔട്ട്പുട്ട് എത്രയായിരിക്കും? ഏതിലാ കൂടുതൽ? പോസിറ്റീവിലാണ് കൂടുതൽ അല്ലേ? വി പ്ലസ് ഈസ് ഗ്രേറ്റർ ദാൻ വി മൈനസ് ആണ് അല്ലേ? വോൾട്ടേജ് അറ്റ് പോസിറ്റീവ് ഇൻപുട്ട് ഈസ് ഗ്രേറ്റർ ദാൻ വോൾട്ടേജ് അറ്റ് നെഗറ്റീവ് ഇൻപുട്ട്. സോ ഔട്ട്പുട്ട് വിൽ ബി പോസിറ്റീവ് മാക്സിമം. എത്രയാണ് അത്? പോസിറ്റീവ് മാക്സിമം എത്ര ഉണ്ടാവും? +5 ഉണ്ടാവും. എന്താണോ എന്നുള്ള സംശയങ്ങളൊക്കെ വരാറുണ്ട്. അത് നമുക്ക് നോക്കാം. റൈറ്റ്, ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞല്ലോ. സിമ്പിൾ ആണല്ലോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നും തന്നെ വർക്ക്ഔട്ട് ചെയ്യാനില്ല. ഏതിലാണോ കൂടുതൽ നോക്കുക. പോസിറ്റീവ് കൂടുതലാണെങ്കിൽ പോസിറ്റീവ് മാക്സിമം, നെഗറ്റീവിലാണ് കൂടുതലെങ്കിൽ നെഗറ്റീവ് മിനിമം. റൈറ്റ്, അപ്പോൾ നമുക്ക് അൺസിമെട്രിക് ആയിട്ടുള്ള ഒരു കേസ് നോക്കാം. സപ്ലൈ വോൾട്ടേജസ് ഡിഫറെൻ്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുക നോക്കാം. റൈറ്റ്, ഒരെണ്ണം ലെറ്റ് സേ +5 കൊടുത്തിട്ടുണ്ട്, ഒരെണ്ണം 0 വോൾട്ട് ആണ് സപ്ലൈ. പോസിറ്റീവ് ഇൻപുട്ട് ഉണ്ട്, നെഗറ്റീവ് ഇൻപുട്ട് ഉണ്ട്. ഇത് 3 വോൾട്ട് ആണ്, ഇത് 2 വോൾട്ട് ആണ്. ആൻഡ് വാട്ട് വിൽ ബി മൈ ഔട്ട്പുട്ട്? എന്തായിരിക്കും? ഒപ്പം ഇവിടെയും ഐഡിയൽ ആണ്. വി ഔട്ട് എത്രയായിരിക്കും? ഓപ്ഷൻസ് ഉണ്ടാവും, ഓപ്ഷൻസ് എഴുതുന്നില്ല എന്ന് മാത്രം. +5 ഉണ്ടാവും, -5 ഉണ്ടാവും, 0 വോൾട്ട് ഉണ്ടാവും, നൺ ഓഫ് ദ എബോവ് ഉണ്ടാവും. എന്തായിരിക്കും?
ഏതിലെ കൂടുതൽ? വോൾട്ടേജ് അറ്റ് നെഗറ്റീവ് ഇൻപുട്ട് ഈസ് ഗ്രേറ്റർ ദാൻ വോൾട്ടേജ് അറ്റ് പോസിറ്റീവ് ഇൻപുട്ട് അല്ലേ? നെഗറ്റീവിലാണ് കൂടുതൽ. അപ്പൊ വി ഔട്ട് എന്തായിരിക്കും? നെഗറ്റീവ് സൈഡിൽ കൊടുത്ത സപ്ലൈ വോൾട്ടേജ് ആയിരിക്കും അല്ലെ? അത് -5 കൊടുത്തിട്ടുണ്ടോ? ഇല്ല. എത്ര കൊടുത്തിട്ടുള്ളൂ? 0 കൊടുത്തിട്ടുള്ളൂ അല്ലെ? സോ വി ഔട്ട് വിൽ ബി ഈക്വൽ ടു 0 വോൾട്ട്. അപ്പൊ നമ്മൾ അൺസിമെട്രിക്കൽ ആയിട്ടാണ് സപ്ലൈസ് കൊടുത്തിട്ടുള്ളതെങ്കിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. പോസിറ്റീവ് സൈഡിൽ മാക്സിമം അതിന് +5 വരെ പോകാൻ പറ്റും. നെഗറ്റീവ് മിനിമം അതിന് 0 വരെ പോകാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഔട്ട്പുട്ടിലെ സിഗ്നൽ വേരിയേഷൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു സിനുസോയിഡൽ ഇൻപുട്സ് ഒക്കെയാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് മാക്സിമം വാല്യൂ +5 നിൽക്കും, മിനിമം വാല്യൂ 0 നിൽക്കും. അപ്പൊ സ്വിങ് എത്രയായിരിക്കും? 0 to 5 അതിന് സ്വിങ് ഉണ്ടാവുള്ളൂ. നേരത്തെ കേസിൽ +5 -5 ആണെങ്കിൽ ഔട്ട്പുട്ടിന് +5 മാക്സിമം വരെ പോവാം, മിനിമത്തിൽ അതിന് -5 വരെ പോവാം. സോ 10 വോൾട്ട് സ്വിങ് ഉണ്ടാവും. 10 വോൾട്ട് സ്വിങ് ഉണ്ടാവും. അല്ലെങ്കിൽ ഔട്ട്പുട്ടിന്റെ പീക്ക് ടു പീക്ക് വാല്യൂ VPP ഓഫ് മൈ ഔട്ട്പുട്ട് വിൽ ബി 10 വോൾട്ട്സ് ആയിരിക്കും ഇവിടെ. റൈറ്റ്? ബിക്കോസ് സപ്ലൈ റെയിൽസ് +5 -5 ആണ്. രണ്ടാമത്തെ കേസിൽ എൻ്റെ സ്വിങ് കുറയും. വി ഔട്ടിന്റെ പീക്ക് ടു പീക്ക് വാല്യൂ ലിമിറ്റഡ് ടു 5 - 0, ദാറ്റ് ഈസ് 5 വോൾട്ട്സ്. അത് മാത്രമേ അതിൽ വ്യത്യാസം ഉണ്ടാവുള്ളൂ. റൈറ്റ്? ഓക്കെ ആണോ? റൈറ്റ്. ഇപ്പൊ നമ്മൾ DC ഇൻപുട്ടാണ് കൊടുത്തത്, കോൺസ്റ്റന്റ് വാല്യൂസ് കൊടുത്തു. ഏതാണോ കൂടുതൽ അതിനനുസരിച്ച് നമ്മൾ ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്തു. എന്തായാലും 2 ചോയ്സേ ഉള്ളൂ, പോസിറ്റീവ് മാക്സിമം ഓർ നെഗറ്റീവ് മിനിമം, +VCC ഓർ -VCC. -VCC 0 ആണെങ്കിൽ +5 to 0 ആയിരിക്കും അതിന്റെ ചേഞ്ചസ്, മാക്സിമം പോസിബിൾ ചേഞ്ചസ് ഓർ VPP, പീക്ക് ടു പീക്ക് വാല്യൂ. ഓക്കെ ആണോ? ഇനി നമുക്കൊരു ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷനിൽ ഒരു ഇൻപുട്ട് നമുക്ക് ഗ്രൗണ്ട് ചെയ്തിട്ട് വേറൊരു ഇൻപുട്ട്, വേറൊരു സിഗ്നല് അതർ ഇൻപുട്ടിൽ കൊടുത്ത് നോക്കാം. എന്താ സംഭവിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. റൈറ്റ്? ക്വസ്റ്റ്യൻ നമ്പർ 3. റൈറ്റ്? സെയിം ഓപ്പാമ്പ് തന്നെയാണ്. റൈറ്റ്? സെയിം ഓപ്പാമ്പ് തന്നെയാണ്. റൈറ്റ്? പോസിറ്റീവില് +5 വോൾട്ട് കൊടുത്തിട്ടുണ്ട്, നെഗറ്റീവില് 0 വോൾട്ട് ആണ്. അൺസിമെട്രിക്കൽ ആണ്. പോസിറ്റീവിൽ ഔട്ട്പുട്ടിന് 5 വോൾട്ട് വരെ റേസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. 5 വോൾട്ട് വരെ ഔട്ട്പുട്ട് പോവാം പോസിറ്റീവ് സൈഡിൽ. നെഗറ്റീവ് സൈഡിൽ പക്ഷെ ലിമിറ്റഡ് ടു 0 വോൾട്ട് ആണ്. റൈറ്റ്? സെയിം ഓപ്പാമ്പിൽ നമ്മൾ പോസിറ്റീവ് ടെർമിനലില് നമ്മൾ V1 എന്ന് പറഞ്ഞ സിഗ്നൽ കൊടുത്തു. നെഗറ്റീവ് ടെർമിനലില് ലെറ്റസ് നമ്മൾ ഒരു കോൺസ്റ്റന്റ് +2 വോൾട്ട്സ് കൊടുത്തു. +2 വോൾട്ട്സ് കൊടുത്തു. ആൻഡ് വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്? ഓപ്പാമ്പ് ഐഡിയൽ ആണ് പറഞ്ഞിട്ടുണ്ട്. ഓപ്പാമ്പ് ഈസ് ഐഡിയൽ. ആൻഡ് വാട്ട് അബൌട്ട് ദ ഔട്ട്പുട്ട്? V1 ഒരു വേരിയബിൾ ആണ്. V1ന്റെ വാല്യൂ എന്താണെന്ന് പറഞ്ഞിട്ടില്ല, എന്ത് വേണമെങ്കിലും ആവാം. ബട്ട് നെഗറ്റീവ് ഇൻപുട്ടിൽ +2 വോൾട്ട് ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എഴുതാം. 2 കണ്ടീഷൻ ഉണ്ടാവും അല്ലെ? എന്താ കണ്ടീഷൻ? ഇഫ് V1 ഈസ് ഗ്രേറ്റർ ദാൻ 2 വോൾട്ട്സ്, അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് ഇൻപുട്ടിൽ കൂടുതൽ വരും അല്ലെ? വി ഔട്ട് എന്തായിരിക്കും? +5 വോൾട്ട് ആയിരിക്കും അല്ലെ? ശരിയാണല്ലോ? Right. The other condition എന്താണ്? If 2 volt is greater than V1 or V1 is less than 2 volts, okay? V1 is less than 2 volts. ഔട്ട്പുട്ട് നെഗറ്റീവ് സപ്ലൈ റെയിലായിരിക്കും അല്ലെ? നെഗറ്റീവ് സപ്ലൈ റെയിൽ എത്ര കൊടുത്തുള്ളൂ? നമ്മൾ 0 ആണ് അല്ലെ? സോ വി ഔട്ട് വിൽ ബി ഈക്വൽ ടു 0. വളരെ സിമ്പിൾ ആണ്. 2 കണ്ടീഷൻ ഉണ്ടാവും. വേരിയബിൾ ആണെങ്കിൽ V+ൽ വേരിയബിൾ ആണ് ഇവിടെ. V+ V1 ആണ്. V1 ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ ഔട്ട്പുട്ട് +5ഉം, V1 ലെസ് ദാൻ 2 വോൾട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട് 0 വോൾട്ട് ആയിരിക്കും. ക്ലിയർ ആണ്?
കൺഫ്യൂഷൻസ് ഒന്നും ആവശ്യമില്ല, സിമ്പിൾ ആണ്. റൈറ്റ്. സെയിം സിറ്റുവേഷൻ നമുക്ക് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 4 നിങ്ങൾ കോപ്പി ചെയ്തോ? തേർഡ് ക്വസ്റ്റ്യൻ ഡൺ. Copied? Yes? Okay. So question number 4. Question number 4. സെയിം ഓപ്പാമ്പ് തന്നെയാണ്, ഐഡിയൽ ആണ്, ഡിഫറൻഷ്യൽ ഗെയിൻ ഇൻഫിനിറ്റ് ആണ്. ഓക്കെ, പോസിറ്റീവ് ഇൻപുട്ട് ഉണ്ട്, നെഗറ്റീവ് ഇൻപുട്ട് ഉണ്ട്. നേരത്തെ കൊടുത്ത പോലെ തന്നെ നെഗറ്റീവ് ഇൻപുട്ടിൽ പോസിറ്റീവ് 2 വോൾട്ട് ആണ്. ഓക്കെ, പോസിറ്റീവ് ഇൻപുട്ടിൽ V1 പകരം ഞാനൊരു സിഗ്നൽ കൊടുക്കുന്നു. ലെറ്റ് us say 4 sin omega t കൊടുക്കുന്നു. 4 sin omega t കൊടുക്കുന്നു. ഔട്ട്പുട്ട് സപ്ലൈ വോൾട്ടേജസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 5 വോൾട്ടും 0 വോൾട്ടും ആണ്. വാട്ട് അബൌട്ട് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട്? ഇൻപുട്ടില് V+ല് സിനുസോയിഡൽ വേവ് ആണ്, 4 sin omega t ആണ് അല്ലേ. 4 sin omega t വേവ് ഫോം എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയായിരിക്കും 4 sin omega t നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, 4 sin omega t നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പം എക്സ് ആക്സിസിൽ ഒമേഗ ടി ആണെങ്കിൽ 4 sin omega t will be a sinusoidal waveform. Sinusoidal waveform oscillating between +4 അല്ലേ, +4 peak value and a -4 negative peak value. And this will be equal to pi degrees or 180 degrees. This is 180 degrees, right? This is 360 degrees. And this will be 90 degrees. And this will be 270 degrees. Right? അങ്ങനത്തെ വേവ് ഫോം ആണ്. പോസിറ്റീവ് ടെർമിനലിലെ ഇൻപുട്ട്, നെഗറ്റീവിൽ എന്താണ്? പോസിറ്റീവ് 2 വോൾട്ട്സ് ആണ്. റൈറ്റ്. അപ്പം ഒപ്പം എപ്പോഴും കമ്പയർ ചെയ്യും. എന്താ കമ്പയർ ചെയ്യാം? ഏത് ഇൻപുട്ടിലാണോ കൂടുതലുള്ളതെന്ന് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും വിത്ത് റെസ്പെക്ട് ടു അനദർ ഇൻപുട്ട് അല്ലെ. പോസിറ്റീവ് ഇൻപുട്ടിലാണ് കൂടുതലെങ്കിൽ അപ്പോൾ തന്നെ ഔട്ട്പുട്ട് എന്തായിരിക്കും? +5 വോൾട്ട് ആയിരിക്കും ഈ എക്സാമ്പിളിൽ. നെഗറ്റീവ് ഇൻപുട്ടിലാണ് കൂടുതലെങ്കിലോ ഔട്ട്പുട്ട് ഈ എക്സാമ്പിളിൽ 0 ആയിരിക്കും അല്ലെ. അപ്പൊ എന്ത് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ഈ 2 വോൾട്ട് DC ലെവലാണ് കമ്പയർ ചെയ്യുന്നത് അല്ലെ. V+ല് 2 വോൾട്ടിനേക്കാളും കൂടുതലാണെങ്കിൽ ഔട്ട്പുട്ട് +5 ആയിരിക്കും, കുറവാണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പൊ അത് കമ്പയർ ചെയ്യുന്നത് 2 വോൾട്ടിന്റെ ലെവലാണ്. ആ 2 വോൾട്ടിന്റെ ലെവൽ ഞാൻ ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യുന്നു. സോ ദിസ് ഈസ് മൈ 2 വോൾട്ട് ലെവൽ. റൈറ്റ്. So if V plus is greater than positive input, V plus is greater than 2 volts ആണെങ്കിൽ, പോസിറ്റീവ് ഇൻപുട്ടിൽ 2 വോൾട്സിനേക്കാളും കൂടുതലാണെങ്കിൽ my output will be എന്തായിരിക്കും? പോസിറ്റീവ് മാക്സിമം, പോസിറ്റീവ് 5 ആയിരിക്കും അല്ലെ. ശരിയാണല്ലോ. റൈറ്റ്. ആൻഡ് 2 വോൾട്സ് ലെവല് ഇതാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇതാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ 2 വോൾട്ടിനേക്കാളും കൂടുതൽ വരുന്ന ഏരിയ ഏതൊക്കെയായിരിക്കും നോക്കിയാൽ നിങ്ങൾ? 2 വോൾട്ടിനേക്കാളും കൂടുതൽ വരുന്ന ഏരിയ ഇതായിരിക്കും, പിന്നെ ഇതായിരിക്കും അല്ലെ. റൈറ്റ്. അപ്പം അത്രയും സമയത്ത് മൈ ഔട്ട്പുട്ട് ഈ ഷെയ്ഡഡ് ഏരിയയില്, ബ്ലൂ ഏരിയയില് ഔട്ട്പുട്ട് എന്തായിരിക്കും? V+ ആണ് കൂടുതൽ അല്ലെ. 2 വോൾട്ടിനേക്കാളും കൂടുതലാണ് V+. ഔട്ട്പുട്ട് എന്തായിരിക്കും? പോസിറ്റീവ് 5 ആയിരിക്കും. ശരിയാണല്ലോ. പോസിറ്റീവ് 5 ആയിരിക്കും. പോസിറ്റീവ് 5 ആയിരിക്കും. ബാക്കി സമയങ്ങളിലൊക്കെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ബാക്കി സമയങ്ങളിലൊക്കെ യെല്ലോ ഷെയ്ഡുള്ള ഏരിയയിൽ ബാക്കി സമയങ്ങളിലൊക്കെ എന്താണ്? V+, പോസിറ്റീവ് ഇൻപുട്ട് <2 വോൾട്ട് ആണ് അല്ലെ. നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ കുറച്ച് ഏരിയയിൽ അത് നെഗറ്റീവ് ആണ് അല്ലെ. ഈ സൈക്കിളിൽ അത് നെഗറ്റീവ് ആണ്. ബാക്കി സമയങ്ങളിൽ <2 ആണ് അല്ലെ. ഇവിടെയൊക്കെ <2 ആണ്. V+ ഈസ് V- ആണെങ്കിൽ ഔട്ട്പുട്ട്
എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ? സോ ഇഫ് V plus is less than 2 volts, my V out will be equal to 0 volt ആയിരിക്കും അല്ലെ? 0 വോൾട്ട് ആയിരിക്കും. റൈറ്റ്. അപ്പോൾ ഇവിടെ ഷെയ്ഡ് ചെയ്ത ഏരിയയിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. റൈറ്റ്. ഷെയ്ഡ് ചെയ്ത ഏരിയയിൽ യെല്ലോ ഏരിയ V plus or 4 sin omega t ലെസ് ദാൻ 2 ആണ്. ഇത്രേ ഉണ്ടാവുള്ളൂ അല്ലെ? സോ ഇത്രേ ഉണ്ടാവുള്ളൂ. റൈറ്റ്. V plus ലെസ് ദാൻ 2 വോൾട്ട് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉണ്ടാവുള്ളൂ. നെഗറ്റീവ് കംപ്ലീറ്റ് വരും ബിക്കോസ് ഇറ്റ്സ് വാല്യൂ ഈസ് ലെസ് ദാൻ 0. 2 ഈസ് ഗ്രേറ്റർ ദാൻ 0. റൈറ്റ്. അപ്പോൾ ബാക്കി സമയങ്ങളിൽ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ? ഇത്രയും സമയം അത് 0 ആയിരിക്കും. റൈറ്റ്. സോ വേവ് ഫോം ഇങ്ങനെയായിരിക്കും. റൈറ്റ്. ഇങ്ങനെയായിരിക്കും. റൈറ്റ്. സോ ഈ പൾസ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ V plus ഈസ് ഗ്രേറ്റർ ദാൻ V മൈനസ് ആയിരിക്കും അല്ലെ? V plus ഈസ് ഗ്രേറ്റർ ദാൻ V മൈനസ്. ഓക്കെ ആണോ? അപ്പൊ ഒരു സിനുസോയിഡൽ വേവ് ഫോം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ടിൽ അത് ഒരു പൾസ് വേവ് ഫോം ആയിട്ടാണ് വരുന്നത് അല്ലെ? ഒരു സൈൻ വേവ് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ പൾസ് ആയിട്ടാണ് വരുന്നത്. പൾസ് ഓൺ ടൈം ഉണ്ടാവും. ഓൺ ടൈം എന്താ കാണിക്കുന്നത്? എത്ര ഡ്യൂറേഷനിൽ 4 sin omega t 2 വോൾട്ടിനേക്കാളും കൂടുതൽ വാല്യൂസ് തരുന്നു എന്ന് കാണിക്കും അല്ലെ? ഓൺ ടൈം എന്ന് പറഞ്ഞാൽ ഈ ടൈം ആണ് അല്ലെ? ഈ കാണിച്ചിരിക്കുന്നതാണ് ഓൺ ടൈം അല്ലെ? ഓൺ ടൈം. ഔട്ട്പുട്ടിൽ പോസിറ്റീവ് വാല്യൂസ് +5. ആ +5 വരണമെങ്കിൽ V plus ഗ്രേറ്റർ ദാൻ V മൈനസ് ആയിരിക്കണം. V മൈനസ് 2 ആണ്. V പ്ലസിന്റെ വാല്യൂ 2നേക്കാളും കൂടുതലായിരിക്കണം. V പ്ലസില് 4 sin omega t ആണ്. 4 sin omega tയുടെ വാല്യൂ 2നേക്കാളും കൂടുതലായിരിക്കണം. റൈറ്റ്. അപ്പൊ നമുക്ക് എത്ര സമയം അത് ഓൺ ആയിട്ടുണ്ടെന്ന് നോക്കണം. അപ്പൊ നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞ V ഔട്ട് ആണ്. V ഔട്ടിൽ ഡിഫറെന്റ് വേവ് ഫോംസ് ഉണ്ടാവും. V ഔട്ടിന്റെ വേവ് ഫോം എങ്ങനെയായിരിക്കും? ഈ രീതിയിലുള്ള ഒരു വേവ് ഫോം ആയിരിക്കും. റൈറ്റ്. ഓൺ ടൈം കുറവും ഓഫ് ടൈം കൂടുതലായിരിക്കും. ബിക്കോസ് നമ്മുടെ പീരീഡ് ഏതാണ്? നമ്മളെ പീരീഡ് ഇതാണ് പീരീഡ് അല്ലേ? റൈറ്റ്. ദിസ് വൺ ഈസ് അവർ പീരീഡ്. This point is corresponding to 360 degrees അല്ലെ? റൈറ്റ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് എത്ര സമയം അത് ഓൺ ആയിട്ടിരിക്കും, അല്ലെങ്കിൽ ഔട്ട്പുട്ട് പൾസിന്റെ ഡ്യൂട്ടി സൈക്കിൾ എത്രയാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ആൻസർ ചെയ്യുക? ഡ്യൂട്ടി സൈക്കിൾ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡ്യൂട്ടി സൈക്കിൾ ഓഫ് മൈ ഔട്ട്പുട്ട്. ഡ്യൂട്ടി സൈക്കിൾ ഓഫ് മൈ ഔട്ട്പുട്ട് എത്രയായിരിക്കും? ഡ്യൂട്ടി സൈക്കിൾ നിങ്ങൾക്കറിയാം. ഔട്ട്പുട്ടിന്റെ ഓൺ ടൈം T ഓൺ ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ടിന്റെ ടോട്ടൽ പീരീഡ്. ടോട്ടൽ പീരീഡ് ഇൻപുട്ടിന്റെ അതേ പീരീഡ് തന്നെയായിരിക്കും അല്ലെ? 360 ഡിഗ്രിയിലാണ് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ഇൻപുട്ട്. അപ്പൊ ഔട്ട്പുട്ട് റിപ്പീറ്റ് ചെയ്യുന്നതും 360 ഡിഗ്രി ഓൺവേർഡ്സ് ആയിരിക്കും. ഓക്കെ. സോ ദിസ് പീരീഡ് ഈസ് നത്തിങ് ബട്ട് 360 ഡിഗ്രീസ് ആണ്. അപ്പൊ ഓൺ ടൈം നമുക്ക് ഡിഗ്രീസിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡ്യൂട്ടി സൈക്കിള് കിട്ടും. അപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം എത്ര സമയം, എത്ര ഡിഗ്രീസ്, ഈ പോർഷൻ എത്ര ഡിഗ്രീസില് 4 sin omega t 2 വോൾട്ടിനേക്കാളും കൂടുതലായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യണം. റൈറ്റ്. 4 sin omega tയുടെ വാല്യൂ 2നേക്കാളും കൂടുതലായിരിക്കണം അല്ലെ? അപ്പൊ ഞാൻ ജസ്റ്റ് 2 ഇക്വേറ്റ് ചെയ്യുന്നു. റൈറ്റ്. 2 ഇക്വേറ്റ് ചെയ്യുന്നു. റൈറ്റ്. 4 sin omega t 2 ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ ഈ വാല്യൂ എത്രയായിരിക്കണം? sin omega t എത്രയായിരിക്കണം? sin omega t എന്തായിരിക്കണം? 1/2 ആയിരിക്കണം അല്ലെ? ഹാഫ് ആയിരിക്കണം. ശരിയാണല്ലോ. 4 sin omega t 2 വോൾട്ട് ആവുന്ന പോയിന്റ് ആണ് നമ്മുടെ കമ്പയർ ചെയ്യുന്ന പോയിന്റ്. റൈറ്റ്. സോ 4 sin omega t 2 ആവണമെങ്കിൽ sin omega t എത്രയാവണം? ഹാഫ് ആവണം അല്ലെ?
എത്ര ഡിഗ്രീസിലാണ് സൈൻ ഒമേഗ ടി ഹാഫ് ആവുക? എത്ര ഡിഗ്രീസിലാണ്? 30 ഡിഗ്രി ആണ് അല്ലെ. സൈൻ 30 ആണ് 1/2 അല്ലെങ്കിൽ ഹാഫ് അല്ലെ. അപ്പൊ ഈ പോയിന്റ് എത്ര ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും? 30 ഡിഗ്രിക്ക് ശേഷമുള്ള ടൈം ആയിരിക്കും അല്ലെ. 0 to 30 ഡിഗ്രീസ് ഔട്ട്പുട്ട് 0 ആയിരിക്കും. റൈറ്റ്. ഇൻപുട്ട് 30 ഡിഗ്രി എത്തിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഹൈ ആയിട്ട് വരും അല്ലെ. എത്ര സമയം 30 ഡിഗ്രിയിൽ നിൽക്കും? നോക്കിയാൽ നിങ്ങൾ ഈ ആംഗിള് 0 to ഈ പോയിന്റ് 30 ആവുന്ന സമയത്ത് 4 സൈൻ ഒമേഗ ടി 2 വോൾട്ടിനേക്കാളും കൂടുതലാവുന്ന വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ ഈ പോയിന്റ് എങ്ങനെ നമ്മൾ കണ്ടെത്തും? ഈ പോയിന്റ് എത്രയായിരിക്കും? ഇത് 180 ആണ് അല്ലെ. 0-ല് 180 ആണ്. അപ്പൊ ഈ ഡിഫറൻസ് എനിക്ക് എന്ത് വേണം? 30 വേണം അല്ലെ. ആ ഡിഫറൻസ് 30 വേണമെങ്കിൽ ഈ പോയിന്റിലെ ആംഗിൾ എത്രയായിരിക്കണം? 150 ആയിരിക്കണം അല്ലെ. 150 ആയിരിക്കണം. റൈറ്റ് റൈറ്റ്. സോ ഒരു സൈഡിൽ 30 ഡിഗ്രി കഴിയുമ്പോഴേ 2-നേക്കാളും കൂടുതലാവുള്ളൂ. അതേപോലെ തന്നെ മറ്റേ എൻഡില് സിമെട്രിക്കൽ ആണല്ലോ, സൈൻ വേവ് സിമെട്രിക്കൽ ആണ് അല്ലെ. മറ്റേ എൻഡില് 0 ആവുന്നത് 180 ഡിഗ്രീസിലാണ്. അപ്പൊ അതിന് 30 ഡിഗ്രി മുമ്പായിട്ട് 150 ഡിഗ്രി ഓൺവേർഡ്സ് 4 സൈൻ ഒമേഗ ടിയുടെ വാല്യൂ 2 വോൾട്ടിനേക്കാളും കുറയും ഈ റീജിയൻ അല്ലെ. സോ എഫക്റ്റീവ്ലി 30 to 150 ഡിഗ്രീസ് ആയിരിക്കും ഔട്ട്പുട്ട് ഓൺ ആവുന്നുണ്ടാവുക അല്ലെ. അപ്പൊ ഇത് ഡിഗ്രീസിൽ എത്രയുണ്ട്? ഡ്യൂറേഷൻ എത്ര ഡിഫറൻസ് വരുന്നത്? ഒരു എൻഡ് 150 ആണ്, മറ്റേ എൻഡ് 30 ആണ് അല്ലെ. സോ 150 minus 30 that will give me 120 അല്ലെ. സോ ഓൺ ടൈം ഈസ് കറസ്പോണ്ടിങ് ടു 120, right? 120 right, divided by total period is 360. Total period is 360. റൈറ്റ്. റേഷ്യോ എടുക്കുമ്പം 360 ഡിഗ്രീസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് പീരീഡ്. ഓൺ ടൈം 0 സ്റ്റാർട്ട് ചെയ്തിട്ട് 30 ഡിഗ്രി കഴിഞ്ഞാലാണ് ഓൺ ടൈം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ആ സ്റ്റാർട്ട് ചെയ്ത ഓൺ ടൈം 150 ഡിഗ്രീസ് കഴിയുമ്പം അവസാനിക്കുകയും ചെയ്യും അല്ലെ. അപ്പോൾ ദിസ് കറസ്പോണ്ടിങ് ടു 150 ഡിഗ്രീസ്, ദിസ് കറസ്പോണ്ടിങ് ടു 30 ഡിഗ്രീസ് ഫ്രം 0 റെഫറൻസ് അല്ലെ. അപ്പൊ ഓൺ ടൈമിന്റെ ഡ്യൂറേഷൻ 150 മൈനസ് 30 120 ആയിരിക്കും. സോ 120 upon 360 വിൽ ബി 0 ക്യാൻസൽ ആവും. 12/36 എത്രയായിരിക്കും? 1/3 ആയിരിക്കും അല്ലെ. 3 12s are 36. 1/3 ആയിരിക്കും അതിന്റെ ഡ്യൂട്ടി സൈക്കിൾ. ഡ്യൂട്ടി സൈക്കിൾ ഇൻ പെർസെന്റേജ് എത്രയായിരിക്കും? 1/3 മൾട്ടിപ്ലൈഡ് ബൈ 100 ആയിരിക്കും. That will give me 33.33%. റൈറ്റ്. അത് നമ്മൾ ഇത്രയും എലാബറേറ്റ് ചെയ്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. 2 വോൾട്സ് ആണെങ്കിൽ 4 സൈൻ ഒമേഗ ടി 2 വോൾട്സ് ആവുന്ന ആംഗിൾ 30 ആണ്. സോ അപ്പുറത്ത് 180 ആണ് റെഫറൻസ്. 180 നമ്മൾ 30 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 150 കിട്ടും. ലെഫ്റ്റ് സൈഡിൽ 30 മൈനസ് 0 30 ആണ്. സോ 150 മൈനസ് 30 ഡിഫറൻസ് ആണ് ഓൺ ആയിട്ടുണ്ടാവുക. സോ ഓൺ ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രീസ് 150 മൈനസ് 30 120 ആയിരിക്കും. ഡിവൈഡ് ബൈ ടോട്ടൽ പീരീഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രീസ് 360 ഡിഗ്രീസ് ആണ്. നിങ്ങൾക്കറിയാം സിനുസോയ്ഡൽ വേവ് ഫോം റിപ്പീറ്റ് ചെയ്യുന്നത് 360 ഡിഗ്രീസിലായിരിക്കും. So 120 upon 360 will give me 1/3. That will give me 33% of duty cycle. അപ്പം ഏറ്റവും ടഫ് ആയിട്ടുള്ള പേപ്പർ വരുമ്പോൾ ചിലപ്പോൾ ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സിമ്പിൾ ആണെങ്കിൽ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസ് ആയിരിക്കും ഉണ്ടാവുക. ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ. ക്ലിയർ ആണോ? കോപ്പീഡ്? സംശയങ്ങളുണ്ടോ? സോ ഡ്യൂട്ടി സൈക്കിൾ ഈസ് നത്തിങ് ബട്ട് 33.33%. ഓക്കെ ആണോ? കോപ്പി ചെയ്തോ? നിങ്ങളെ സംശയങ്ങളുണ്ടോ? റൈറ്റ്. ഓക്കെ.
റൈറ്റ്. ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ചോദിക്കട്ടെ, 2 വോൾട്ട് എന്നുള്ളത് നമ്മൾ 3 വോൾട്ട് ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇഫ് ഐ എം ഇൻക്രീസിങ് ദിസ് ടു 3 വോൾട്ട്, പോസിറ്റീവ് 3, ഡ്യൂട്ടി സൈക്കിൾ ഡിക്രീസ് ചെയ്യാണോ ചെയ്യുക, ഇൻക്രീസ് ചെയ്യാണോ ചെയ്യുക? ഡ്യൂട്ടി സൈക്കിള് ഇൻക്രീസ് ചെയ്യാണോ ചെയ്യുക ഓർ ഡിക്രീസ് ചെയ്യാണോ ചെയ്യുക? 3 വോൾട്ട് ആക്കി കഴിഞ്ഞാൽ ഡിക്രീസ് ചെയ്യും അല്ലേ? ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ലെവൽ മുകളിലോട്ട് പോകും അല്ലേ? മുകളിലോട്ട് പോകുമ്പോൾ ആ ഏരിയ കുറയും അല്ലേ? ഡിക്രീസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇൻവെർട്ടിംഗ് ഇൻപുട്ടിൽ കൊടുക്കുന്ന ഒരു DC വോൾട്ടേജ് നിങ്ങൾ വേരി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഔട്ട്പുട്ടിന്റെ ഡ്യൂട്ടി സൈക്കിള് വേരി ചെയ്യാൻ പറ്റും. റൈറ്റ്. ആ ഔട്ട്പുട്ട് ഡ്യൂട്ടി സൈക്കിൾ വേരി ചെയ്ത് കഴിഞ്ഞാൽ ആ ഔട്ട്പുട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ഇൻവെർട്ടറോ കൺവേർട്ടറോ ഒക്കെ സ്വിച്ച് ചെയ്യാൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കൺട്രോളിംഗ് വോൾട്ടേജ് ഓപ്പാമ്പിന്റെ ഇൻവെർട്ടിംഗ് ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് ഒരു കൺട്രോൾ വോൾട്ടേജ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സർക്യൂട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. റൈറ്റ്. 4 സൈനോമാഗ്നറ്റി കൊടുത്തിട്ട് ഇൻവെർട്ടിംഗ് ഇൻപുട്ടുള്ള DC നമ്മൾ വേരി ചെയ്യുന്നതനുസരിച്ചിട്ട് ഓൺ ടൈം മാറും. അപ്പം വേണമെങ്കിൽ നമുക്ക് അതിനെ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ടെക്നിക് എന്ന് വേണമെങ്കിൽ വിളിക്കാം. റൈറ്റ്. ഒരു പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ സർക്യൂട്ട് യൂട്ടിലൈസ് ചെയ്യാവുന്നുള്ളൂ. ഔട്ട്പുട്ടിന്റെ പൾസിന്റെ വിഡ്ത്ത് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ് അപ്ലൈഡ് അറ്റ് ദ ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ഓഫ് ദ ഒപാമ്പ്. ഓക്കെ. ഇത് തിരിച്ചും വയർ ചെയ്യാം. പോസിറ്റീവിൽ നമുക്ക് 2 വോൾട്ട്സ് കൊടുക്കാം, നെഗറ്റീവില് 4 സൈനോമാഗ്നറ്റി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഡ്യൂട്ടി സൈക്കിൾ നിങ്ങൾക്ക് 1/6 ആയിട്ട് മാറും. സോറി, 1/6 അല്ല, 2/3 ആയിട്ട് മാറും. 2/3 ആയിട്ട് മാറും. Okay, so if you are interchanging the connections, right, duty cycle will shift to 2/3, 66.66 ആയിട്ട് മാറും. ഓക്കെ ആണോ? റൈറ്റ്. സോ ഓപ്പൺ ലൂപ്പിൽ മെയിൻ ആയിട്ട് ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ അപ്ലിക്കേഷൻ ഒരു കമ്പാരേറ്റർ ആയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഒരു ലെവലും വേറൊരു അൺനോൺ ലെവലും തമ്മിൽ കമ്പയർ ചെയ്യും. എന്നിട്ട് കൂടുതലാണോ കുറവാണോ എന്ന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ടിൽ നമുക്കൊരു സിഗ്നല് തരും. റൈറ്റ്. കൂടുതലാണെങ്കിൽ ഒരു സിഗ്നല്, ഔട്ട്പുട്ടിന്റെ ഒരു വാല്യൂ പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. കുറവാണെങ്കിൽ വേറൊരു വാല്യൂ നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം. ഓക്കെ ആണോ? സോ ഓപ്പൺ ലൂപ്പിൽ മെയിൻ ആയിട്ട് നമ്മൾ കമ്പാരേറ്റേഴ്സ് ആയിട്ടാണ് ഉപയോഗിക്കാറ്. ഓക്കെ ആണ്. അപ്പോൾ ഓപ്പൺ ലൂപ്പിൽ ഏത് ടൈപ്പ് പ്രോബ്ലംസ് വന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. കുഴപ്പങ്ങളൊന്നുമില്ല. ഏത് ഇൻപുട്ടിലാണ് കൂടുതൽ നോക്കാം, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ ആണോ? റൈറ്റ്. കോപ്പി ചെയ്തല്ലോ അല്ലേ? ഞാൻ അടുത്ത ടോപ്പിക്കിലോട്ട് പോട്ടെ. അടുത്ത് നമുക്ക് ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് വയർ ചെയ്ത് നോക്കാം. ഓക്കെ ആണോ? കോപ്പി ചെയ്തോ? ഡൺ. ഓക്കെ, റൈറ്റ്. അടുത്ത് നമുക്ക് ക്ലോസ്ഡ് ലൂപ്പ് കോൺഫിഗറേഷൻ ആണ്. ക്ലോസ്ഡ് ലൂപ്പ് കോൺഫിഗറേഷൻ. Closed loop configuration. Right. Closed loop configuration. Closed loop configuration. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പാമ്പിന്റെ ബേസിക്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷനും ക്ലോസ് ലൂപ്പ് കോൺഫിഗറേഷനും തമ്മിലുള്ള ഡിഫറൻസും, ക്ലോസ് ലൂപ്പിൽ എങ്ങനെയാണ് നമ്മളത് ക്ലോസ് ലൂപ്പ് ആക്കുന്നത്, പോസിറ്റീവിലാണോ ക്ലോസ് ചെയ്യുന്നത്, നെഗറ്റീവ് ഇൻപുട്ടിലാണോ ക്ലോസ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ട് സർക്യൂട്ടിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പം ആദ്യം ഞാൻ പോസിറ്റീവ് സൈഡിൽ ക്ലോസ് ചെയ്യുന്നു. പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്നു. റൈറ്റ്. ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നു. റൈറ്റ്. വിതൗട്ട് സപ്ലൈ വോൾട്ടേജസ് ഉണ്ടാവും. Let us say plus VCC, okay, and minus VCC, right?
ഇവിടെ പോസിറ്റീവ് 1 വോൾട്ട് ഞാൻ അപ്ലൈ ചെയ്യും. ഓക്കെ, റൈറ്റ്. ഇതേപോലെ തന്നെ ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു സർക്യൂട്ടിൽ ഞാൻ നെഗറ്റീവ് ഇൻപുട്ടിൽ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, നെഗറ്റീവ് ഇൻപുട്ടിൽ ഫീഡ്ബാക്ക് കൊടുക്കുന്നു, ക്ലോസ് ലൂപ്പ് ഫീഡ്ബാക്ക് കൊടുക്കുന്നു. പോസിറ്റീവ് ഇൻപുട്ടിൽ ഇവിടെ പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവ് 1 കൊടുക്കുന്നു, പോസിറ്റീവ് 1 വോൾട്ട് അപ്ലൈ ചെയ്യുന്നു. സപ്ലൈ വോൾട്ടേജസ് ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവ് VCC കൊടുക്കുന്നു, നെഗറ്റീവ് VCC കൊടുക്കുന്നു. റൈറ്റ്. ഓക്കെ, രണ്ടും കാണുന്ന സമയത്ത് ഏതാണ്ട് ഒരുപോലെ തന്നെ ഉണ്ടാവും. ബട്ട് ഫീഡ്ബാക്ക് ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ഫിഗറിൽ ഔട്ട്പുട്ട് ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ഇൻപുട്ട്, രണ്ടാമത്തെ ഫിഗറിൽ ഔട്ട്പുട്ട് ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ഇൻപുട്ട്. നെഗറ്റീവ് ഇൻപുട്ട്. റൈറ്റ്. പോസിറ്റീവ് ഇൻപുട്ടിലോട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് വയർ ചെയ്തിട്ടുള്ളതെങ്കിൽ, റൈറ്റ്, ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വയർ ചെയ്തിരിക്കുകയാണ്. റൈറ്റ്, അങ്ങനെയാണ് വയർ ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് ഇൻപുട്ടിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ടിന്റെ പോർഷൻ കണക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ, ഈ കേസിൽ ഡയറക്റ്റ് ആണ്, ഡയറക്റ്റ് ആയിക്കൊള്ളുന്ന നിർബന്ധമില്ല, ഇവിടെ റെസിസ്റ്റൻസസ് ഒക്കെ വരാം. എന്തായാലും ഔട്ട്പുട്ടിന്റെ ഒരു പോർഷൻ ഇൻപുട്ടിലോട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കണക്ഷൻ പോസിറ്റീവ് ഇൻപുട്ടിലാണ് വരുന്നതെങ്കിൽ അതിനെ പോസിറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട് എന്ന് വിളിക്കും. നേരെ തിരിച്ച് ഔട്ട്പുട്ടിന്റെ കണക്ഷൻ ഇവിടെ കുറെ റെസിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ആ പാത്തിൽ കുറെ റെസിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. ഇവിടെ ഒന്നും കാണിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കുറെ റെസിസ്റ്റേഴ്സ് ഉണ്ടാവാം, കപ്പാസിറ്റേഴ്സ് ഉണ്ടാവാം, ഇൻഡക്ടേഴ്സ്, കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവാം. എന്തായാലും ഔട്ട്പുട്ടിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് അവസാനം അത് പോസിറ്റീവ് ഇൻപുട്ടിലാണ് നെഗറ്റീവ് ഇൻപുട്ടിലാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് വിളിക്കും. നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് വിളിക്കും. ഇത് തമ്മിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യത്യാസമുണ്ട് രണ്ട് സർക്യൂട്ടും തമ്മിൽ. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ഓക്കെ ആണോ? ഈസി ആയിട്ട് നമുക്കത് മനസ്സിലാക്കാവുന്നുള്ളൂ. നമ്മൾ ഇങ്ങനെ വയർ ചെയ്തു, സർക്യൂട്ട് നമ്പർ 1 വയർ ചെയ്തു. റൈറ്റ്, സർക്യൂട്ട് നമ്പർ 1 വയർ ചെയ്തിട്ട് നമ്മൾ പവർ ഓൺ ചെയ്തു, സ്വിച്ച് ഓൺ ചെയ്തു. റൈറ്റ്, സ്വിച്ച് ഓൺ ചെയ്ത സമയത്ത് സപ്പോസ് ഇനീഷ്യൽ ഔട്ട്പുട്ട് 0 എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. പവർ ഓൺ ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് വാല്യൂ ഒന്നും വന്നിട്ടില്ല എന്ന് വിചാരിക്കാം. ഔട്ട്പുട്ട് 0 എന്ന് വിചാരിക്കാം. സ്വിച്ച് ഓൺ ചെയ്തപ്പം ഇൻപുട്ടിൽ നെഗറ്റീവ് ഇൻപുട്ടിൽ 1 വോൾട്ട് വന്നിട്ടുണ്ട്. റൈറ്റ്, അപ്പം ഇവിടെ ഇനീഷ്യലി 0 ആണ്. സ്വിച്ച് ഓൺ ചെയ്ത അടുത്ത ഇൻസ്റ്റന്റിൽ അവിടെ 0 ആണ്. സ്വിച്ച് ഓൺ ചെയ്ത അടുത്ത ഇൻസ്റ്റന്റിൽ നെഗറ്റീവ് ഇൻപുട്ടിൽ പോസിറ്റീവ് 1 വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് 1 ആണല്ലോ കൂടുതൽ. അപ്പോൾ ഔട്ട്പുട്ട് എങ്ങോട്ട് സ്വിച്ച് ചെയ്യും, എങ്ങോട്ട് പോവും? ഔട്ട്പുട്ട് പോസിറ്റീവ് 1 ആണ് കൂടുതൽ അല്ലേ, ഔട്ട്പുട്ട് നെഗറ്റീവിലോട്ട് പോവും. കാരണം നെഗറ്റീവ് ഇൻപുട്ടിലാണ് കൂടുതൽ ഇപ്പോൾ ഉള്ളത് അല്ലേ. അപ്പോൾ ഔട്ട്പുട്ട് നെഗറ്റീവ് സൈഡിലോട്ട് പോവും. ഓക്കെ ആണോ? ആ നെഗറ്റീവ് ഔട്ട്പുട്ടിലോട്ട് പോകുന്ന സിഗ്നൽ, നെഗറ്റീവ് വാല്യൂട്ടിലോട്ട് പോകുന്ന ഔട്ട്പുട്ട്, നെഗറ്റീവ് വാല്യൂലോട്ട് പോകുന്ന ഔട്ട്പുട്ട് നേരെ എവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്? പോസിറ്റീവ് ഇൻപുട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഔട്ട്പുട്ട് നെഗറ്റീവിലോട്ട് പോകുന്ന പറഞ്ഞാൽ ഔട്ട്പുട്ട് കുറയാന്നാണ്. അതേസമയം തന്നെ ആ ഔട്ട്പുട്ട് നേരെ വയർ ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാണ്? പോസിറ്റീവ് ഇൻപുട്ടിലോട്ടാണ് അല്ലേ. അപ്പോൾ പോസിറ്റീവ് ഇൻപുട്ട് എന്ത് ചെയ്യും? കുറയും. റൈറ്റ്, നെഗറ്റീവ് ഇൻപുട്ടിൽ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അത് കോൺസ്റ്റന്റ് DC പോസിറ്റീവ് 1 വോൾട്ട് ആണ് അല്ലേ. റൈറ്റ്, അപ്പോൾ കോൺസ്റ്റന്റ് DC 1 വോൾട്ട് ആണ് നെഗറ്റീവ് ഇൻപുട്ടിൽ. പോസിറ്റീവ് ഇൻപുട്ട് കുറഞ്ഞു. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ഒന്നും കൂടെ കുറയും അല്ലേ, കുറച്ചും കൂടെ കുറയും. നമ്മൾ പറഞ്ഞു അത് -VCCയിലോട്ടോ +VCCയിലോട്ടോ പോകുന്നു പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് പോകുന്നതെന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. വീണ്ടും ഔട്ട്പുട്ട് കുറഞ്ഞു, ഔട്ട്പുട്ട് വീണ്ടും നെഗറ്റീവിലോട്ട് പോയി. റൈറ്റ്, ആ കുറഞ്ഞ ഔട്ട്പുട്ട് വീണ്ടും പോസിറ്റീവിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ഇൻപുട്ട് പോസിറ്റീവ് ഇൻപുട്ട് വീണ്ടും കുറഞ്ഞു, ഫർദർ ആയിട്ട് കുറഞ്ഞു. ഓക്കെ, നെഗറ്റീവ് ഇൻപുട്ടിൽ അപ്പോഴും പോസിറ്റീവ് 1 തന്നെയാണ്. അപ്പൊ നെഗറ്റീവ് ഇൻപുട്ട് കോൺസ്റ്റന്റ് പോസിറ്റീവ് 1 ആണ്.
പോസിറ്റീവ് ഇൻപുട്ടിൽ വീണ്ടും വാല്യൂ കുറഞ്ഞു. അപ്പൊ ഔട്ട്പുട്ട് കുറച്ചധികം നെഗറ്റീവിലോട്ട് പോകും അല്ലേ? കാരണം പോസിറ്റീവ് ഇൻപുട്ടിൽ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വീണ്ടും കുറഞ്ഞ വാല്യൂ വീണ്ടും പോസിറ്റീവ് ഇൻപുട്ടിൽ വാല്യൂ കുറയുന്ന വാല്യൂ അവിടെ അപ്പിയർ ചെയ്യും. അപ്പോഴും നെഗറ്റീവ് ഇൻപുട്ടിൽ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. പോസിറ്റീവ് 1 വോൾട്ട് DC ആണ്. അപ്പൊ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ഫർദർ ഡിക്രീസസ്. അങ്ങനെ ഡിക്രീസ് ചെയ്ത് ഔട്ട്പുട്ട് എവിടെ എത്തും? -VCCയിലെത്തും. നമ്മൾ -ഇൻഫിനിറ്റ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ എവിടെ എത്തും? -ഇൻഫിനിറ്റിയിലെത്തും. തിയററ്റിക്കലി കേട്ടോ, പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നെഗറ്റീവ് സപ്ലൈ എത്രയാണോ കൊടുത്തിരിക്കുന്നത് അത്രയും വാല്യൂലോട്ട് അത് എത്തും. റൈറ്റ്. അപ്പം സ്റ്റഡി സ്റ്റേറ്റിൽ അല്ലെങ്കിൽ കുറച്ചധികം സമയം കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിൽ ഔട്ട്പുട്ട് വിൽ ബി അറ്റ് -VCC ആയിരിക്കും. -ഇൻഫിനിറ്റ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ -ഇൻഫിനിറ്റ് ആയിരിക്കും. റൈറ്റ്. അത് ക്ലിയർ ആണ്. ബിക്കോസ് നമ്മൾ പോസിറ്റീവ് ഇൻപുട്ടിൽ ഇനീഷ്യലി 0 എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെഗറ്റീവ് ഇൻപുട്ടിലാണ് പോസിറ്റീവ് 1 കൊടുത്തിട്ടുള്ളത്. ഔട്ട്പുട്ട് ഡിക്രീസ് -VCC ആവും. ഫൈനലി ആ -VCC ആയിരിക്കും പോസിറ്റീവ് ഇൻപുട്ടിൽ വരുന്നുണ്ടാവുക. പോസിറ്റീവ് ഇൻപുട്ടിൽ നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ഇൻപുട്ടിൽ പോസിറ്റീവ് ആണ്. അപ്പോൾ ഔട്ട്പുട്ട് -VCCയിൽ തന്നെ അവിടെ സ്റ്റേ ചെയ്യും, കോൺസ്റ്റന്റ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ട്. അതായിരിക്കും കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മൾ CRL നോക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് എവിടെയായിരിക്കും? -VCCയിലായിരിക്കും. സപ്ലൈ വോൾട്ടേജ് -ഇൻഫിനിറ്റ് ആയിരുന്നെങ്കിൽ, തിയററ്റിക്കലി മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ കേട്ടോ, ആയിരുന്നെങ്കിൽ ഔട്ട്പുട്ടും -ഇൻഫിനിറ്റ് ആവുമായിരുന്നു അല്ലെ? അപ്പൊ അങ്ങനെ -ഇൻഫിനിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഔട്ട്പുട്ട് ഫൈനൈറ്റ് അല്ല എന്ന് പറഞ്ഞു അല്ലെ? ഔട്ട്പുട്ട് ഫൈനൈറ്റ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബേസിക് എക്സ്പ്രഷൻ ഉണ്ടായിരുന്നല്ലോ, Vout/AD ആയിരുന്നു നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് അല്ലെ? V+- V-. അപ്പൊ ഇവിടെ Vout ഫൈനൈറ്റ് അല്ല, അതുകൊണ്ട് Vout ഡിവൈഡഡ് ബൈ AD ഒരിക്കലും 0 ആവില്ല. അപ്പൊ ഈ കേസിൽ നമുക്ക് ഔട്ട്പുട്ട് ഇൻഫിനിറ്റിലോട്ട് പോകാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് V+ ≠ V- എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളും കൺഫ്യൂഷൻസും ഉണ്ടാവും. കുഴപ്പമില്ല, ഹോൾഡ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അടുത്ത സർക്യൂട്ടും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണോ? ഇതേ സിറ്റുവേഷൻ തന്നെയാണ്. പവർ ഓൺ ചെയ്യുന്നു. സെക്കൻഡ് സർക്യൂട്ടിനെ കുറിച്ചാണ് പറയുന്നത്. പവർ ഓൺ ചെയ്യുന്നു. പവർ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഔട്ട്പുട്ട് 0 എന്നുള്ള അസംഷൻ കൊടുക്കുന്നു. റൈറ്റ്. ഇവിടെയും എന്തായിരിക്കും? 0 വോൾട്ട് ആയിരിക്കും. ബിക്കോസ് ഔട്ട്പുട്ട് ഡയറക്ട്ലി ഇൻവേർട്ടിംഗ് ഇൻപുട്ടിലോട്ട്, നെഗറ്റീവ് ഇൻപുട്ടിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. റൈറ്റ്. പോസിറ്റീവ് ഇൻപുട്ടിലാണ് +1 വോൾട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് ജസ്റ്റ് പോസിറ്റീവിലോട്ട് സ്വിച്ച് ചെയ്യും, പോസിറ്റീവിലോട്ട് പോകാൻ ശ്രമിക്കും. പോസിറ്റീവ് VCCയിലോട്ട് ഫൈനലായിട്ട് പോകണം. ഒന്ന് പോസിറ്റീവായിട്ട് ഇൻക്രീസ് ചെയ്യും. ഇവിടെ നെഗറ്റീവ് സൈഡിലോട്ട് ആദ്യം പോയ പോലെ തന്നെ പോസിറ്റീവിലോട്ട് പോകാൻ ശ്രമിക്കും. ആ പോസിറ്റീവിലേക്ക് പോകുന്ന ഇൻക്രീസ് എവിടെ അവൈലബിൾ ആണ്? നെഗറ്റീവ് ഇൻപുട്ടിലാണ് അവൈലബിൾ അല്ലേ? അപ്പൊ നെഗറ്റീവ് ഇൻപുട്ടിൽ സിഗ്നല് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? പോസിറ്റീവ് ഇൻപുട്ടില് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നെഗറ്റീവ് ഇൻപുട്ടിൽ സിഗ്നൽ ഇൻക്രീസ് ചെയ്യുമ്പം ഔട്ട്പുട്ട് നെഗറ്റീവിലോട്ട് പോകാനാണ് ട്രൈ ചെയ്യുക അല്ലേ? സോ ഔട്ട്പുട്ട് വിൽ ട്രൈ ടു ഗോ ടു നെഗറ്റീവ് മിനിമം. ഓക്കെ ആണോ? ആ നെഗറ്റീവിലോട്ട് പോകാൻ ട്രൈ ചെയ്യുന്ന സിഗ്നൽ നേരെ പിടിച്ച് നമ്മൾ എവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്? നെഗറ്റീവ് ഇൻപുട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് നെഗറ്റീവിലോട്ട് പോകാൻ ശ്രമിക്കും. നെഗറ്റീവ് ഇൻപുട്ട് നെഗറ്റീവിലോട്ട് പോകുന്ന സമയത്ത്, നെഗറ്റീവ് ഇൻപുട്ട് കുറയുന്ന സമയത്ത് ഔട്ട്പുട്ട് എന്ത് ചെയ്യും? പോസിറ്റീവിലോട്ട് പോകാൻ ശ്രമിക്കും അല്ലെ? നെഗറ്റീവ് ഇൻപുട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് പോസിറ്റീവിലോട്ട് പോകാൻ ശ്രമിക്കും. ആ പോസിറ്റീവിലോട്ട് പോകുന്ന സിഗ്നൽ നേരെ പിടിച്ച് നമ്മൾ നെഗറ്റീവ് ഇൻപുട്ടിൽ കൊടുത്തിട്ടുണ്ട്, അവിടെയും പോസിറ്റീവിലോട്ട് പോകാൻ ശ്രമിക്കും. അപ്പം നെഗറ്റീവ് ഇൻപുട്ടില് ഇപ്പം പോസിറ്റീവിലോട്ട് പോകാൻ ശ്രമിക്കുകയാണ് അല്ലെ? പോസിറ്റീവാണ്, ഇൻക്രീസിങ് നാച്ചുറാണ്. പോസിറ്റീവ് നാച്ചുറൽ സിഗ്നൽ, ഇൻക്രീസിങ് സിഗ്നൽ എവിടെ വരുന്നു? ഇൻവേർട്ടിങ് ഇൻപുട്ടിലാണ് വരുന്നത് അല്ലെ? ഇൻവേർട്ടിങ് ഇൻപുട്ടിലാണ് സിഗ്നൽ കൂടുന്നത്.
അപ്പോൾ ഒപ്പാമ്പിന്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? നെഗറ്റീവ് ഇൻപുട്ടിൽ കൂടി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് വിൽ ട്രൈ ടു ഡിക്രീസ്, ട്രൈ ടു ഗോ ടു മൈനസ് VCC ലെവൽ അല്ലെ, ഡിക്രീസ് ചെയ്യും. ആ ഡിക്രീസ് വീണ്ടും ഇവിടെ കപ്പിൾ ചെയ്തിട്ടുണ്ട് അല്ലെ, ഡയറക്റ്റ് ആയിട്ട്. അപ്പൊ നെഗറ്റീവ് ഇൻപുട്ടിൽ കുറഞ്ഞു. നെഗറ്റീവ് ഇൻപുട്ടിൽ കുറഞ്ഞാല് ഔട്ട്പുട്ട് എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് ഷുഡ് ഗോ അപ്പ്, ഷുഡ് ഗോ അപ്പ്. റൈറ്റ്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഒരിക്കലും ഔട്ട്പുട്ട് എവിടെ എത്തുന്നില്ല? പ്ലസ് ഇൻഫിനിറ്റിയിലോ മൈനസ് ഇൻഫിനിറ്റിയിലോ എത്തുന്നില്ല. നമ്മൾ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി കൊടുത്താലും ഓക്കെ, ഇവിടെ പോസിറ്റീവ് ഇൻഫിനിറ്റി കൊടുത്താലും ഡസൻ മാറ്റർ, ഔട്ട്പുട്ട് ഒരിക്കലും എവിടെ എത്തില്ല? പ്ലസ് VCCയിലോ മൈനസ് VCCയിലോ എത്തില്ല, പ്ലസ് ഇൻഫിനിറ്റിയിലോ മൈനസ് ഇൻഫിനിറ്റിയിലോ എത്തില്ല. അതിനർത്ഥം വി ഔട്ട് എപ്പോഴും എന്തായിരിക്കും? എത്ര ഹൈ സപ്ലൈ കൊടുത്താലും, ഈവൻ ഇൻഫിനിറ്റ് കൊടുത്താലും വി ഔട്ട് എന്തായിരിക്കും? ഇൻഫിനിറ്റ് ആവോ? ഇല്ല. എന്തായിരിക്കും? ഫൈനൈറ്റ് ആയിരിക്കും അല്ലെ. ഫൈനൈറ്റ് ആണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് പറയാം, നമ്മുടെ ബേസിക് ഇക്വേഷൻ ഉണ്ടായിരുന്നു, വി ഔട്ട് ബൈ AD വിൽ ബി ഈക്വൽ ടു V പ്ലസ് മൈനസ് V മൈനസ് അല്ലെ. വി ഔട്ട് ഫൈനൈറ്റ് ആണെങ്കിൽ, ഒപ്പാമ്പ് ഐഡിയൽ ആണെങ്കിൽ, AD ഇൻഫിനിറ്റ് ആണെങ്കിൽ, ഫൈനൈറ്റ് അപ്പോൺ ഇൻഫിനിറ്റി ഡെഫിനറ്റ്ലി ആ റേഷ്യോ എന്തായിരിക്കും? ന്യൂമറേറ്ററിൽ ഫൈനൈറ്റും താഴെ ഇൻഫിനിറ്റും ആണെങ്കിൽ റേഷ്യോ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ. സോ V പ്ലസ് ഈക്വൽ ടു V മൈനസ് ആയിരിക്കും. റൈറ്റ്. അപ്പൊ അതിന്റെ ഔട്ട്കം ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷനും പോസിറ്റീവ് ഫീഡ്ബാക്ക് കോൺഫിഗറേഷനും നമുക്ക് അനലൈസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. രണ്ട് പോസിബിലിറ്റിയേ ഉള്ളൂ. ഒന്നുകിൽ പോസിറ്റീവ് VCC അല്ലെങ്കിൽ നെഗറ്റീവ് VCC. ബട്ട് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉള്ള സർക്യൂട്ട്സ് ആണെങ്കിൽ ഒരിക്കലും ഔട്ട്പുട്ട് എവിടെ എത്തില്ല? പ്ലസ് VCCയിലോ മൈനസ് VCCയിലോ എത്തില്ല. റൈറ്റ്. അപ്പം ഒരു സിഗ്നൽ ലെവല് ഒരു പോയിന്റില് ഔട്ട്പുട്ടില് മാക്സിമം വാല്യൂലോ അല്ലെങ്കിൽ ലീസ്റ്റ് പോസിബിൾ വാല്യൂലോ എത്തുന്നതിനെ നമ്മൾ സാച്ചുറേഷൻ എന്നാണ് വിളിക്കുക അല്ലെ. ഔട്ട്പുട്ടിൽ വരാവുന്ന മാക്സിമം വാല്യൂ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സാച്ചുറേറ്റ് ചെയ്തു പോയി എന്നാണല്ലോ പറയാം. റൈറ്റ്. അപ്പം പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉള്ള സർക്യൂട്ട്സ് എല്ലാം തന്നെ എന്ത് ചെയ്യും? സാച്ചുറേറ്റ് ചെയ്യും. സാച്ചുറേറ്റ്സ് അറ്റ് പോസിറ്റീവ് VCC or negative VCC depending on the polarity of the signal. Okay. But negative feedback ആണെങ്കിൽ they never saturates, never saturates. Saturates. സാച്ചുറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ട് കിടക്കാന്നാണ്. ഐദർ അറ്റ് പോസിറ്റീവ് VCCയിൽ കിടക്കും ഇത്, അല്ലെങ്കിൽ മൈനസ് VCCയിൽ കിടക്കും. റൈറ്റ്. സാച്ചുറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടുള്ള കർവാണ്. റൈറ്റ്. അപ്പൊ അതിനെ നമ്മൾ നോൺ ലീനിയർ എന്ന് വിളിക്കും. നോൺ ലീനിയർ സർക്യൂട്ട്സ് എന്ന് വിളിക്കും. അപ്പം ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ ആണെങ്കിലും പോസിറ്റീവ് ഫീഡ്ബാക്ക് കോൺഫിഗറേഷൻ ആണെങ്കിലും നമ്മൾ അതിനെ നോൺ ലീനിയർ സർക്യൂട്ട്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സർക്യൂട്ട്സ് എന്ന് വിളിക്കും. നേരെ തിരിച്ച് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉള്ള സർക്യൂട്ട്സ് ആണെങ്കിൽ, അവിടെ ഓപ്പാമ്പിൽ ഫീഡ്ബാക്ക് നെഗറ്റീവ് ആണെങ്കിൽ, ഔട്ട്പുട്ട് നെഗറ്റീവ് ഇൻപുട്ടിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ സർക്യൂട്ട്സിനെല്ലാം, ഏതൊക്കെ സർക്യൂട്ട്സ് ഉണ്ടോ അവിടെയൊക്കെ നെഗറ്റീവിലോട്ടാണ് ഫീഡ്ബാക്ക് എങ്കിൽ ആ സർക്യൂട്ട്സിനെല്ലാം നമ്മൾ എന്ത് വിളിക്കും? ലീനിയർ സർക്യൂട്ട്സ് എന്ന് വിളിക്കും. ലീനിയർ സർക്യൂട്ട്സ് ഓർ നോൺ സാച്ചുറേറ്റഡ് സർക്യൂട്ട്സ് എന്ന് വിളിക്കും. സിമ്പിൾ ആണ്, നോൺ സാച്ചുറേറ്റഡ് സർക്യൂട്ട്. അപ്പൊ ഇതിന്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. പോസിറ്റീവ് ഫീഡ്ബാക്ക് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്യാം ഔട്ട്പുട്ട് ഐദർ പ്ലസ് VCC അല്ലെങ്കിൽ മൈനസ് VCC. ഓപ്പൺ ലൂപ്പ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്യാം ഔട്ട്പുട്ട് ഈസ് പ്ലസ് VCC ഓർ മൈനസ് VCC. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ പോസിറ്റീവ് VCCയും വരില്ല, നെഗറ്റീവ് VCCയും വരില്ല, അതിനിടയ്ക്കുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും. റൈറ്റ്. ആ വാല്യൂ എന്താന്നുള്ളത് നമുക്ക് കണ്ടെത്തണം. റൈറ്റ്. അപ്പോൾ ഓരോ സർക്യൂട്ടിനും ഓരോ വാല്യൂ ആയിരിക്കും. ഓക്കെ. ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന് ഒരു വാല്യൂ ആയിരിക്കും, നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന് ഒരു വാല്യൂ ആയിരിക്കും.
റൈറ്റ്. സമ്മറിന് വേറൊരു വാല്യൂ ആയിരിക്കും, ഇന്റഗ്രേറ്ററിന് വേറൊരു വാല്യൂ ആയിരിക്കും, ഡിഫറൻഷിയേറ്ററിന് വേറൊരു വാല്യൂ ആയിരിക്കും. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടെത്തേണ്ടി വരും. പക്ഷേ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിലും പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിലും ഓപ്പൺ ലൂപ്പ് ആണെങ്കിലും അങ്ങനെ കണ്ടുപിടിക്കേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല. ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് ഗസ് ചെയ്യാം, ഒന്നുകിൽ പ്ലസ് VCC ആയിരിക്കും, അല്ലെങ്കിൽ മൈനസ് VCC ആയിരിക്കും. അതിൽ ഇൻപുട്ടിൽ കൊടുത്തിരിക്കുന്ന വോൾട്ടേജിന്റെ ലെവൽ നോക്കാം. ഏത് ഇൻപുട്ടിലാണ് കൂടുതൽ വരാൻ സാധ്യത ആ ടൈപ്പ് ആയിരിക്കും ഔട്ട്പുട്ട്. പോസിറ്റീവിലാണ് കൂടുതലെങ്കിൽ ഔട്ട്പുട്ട് പ്ലസ് VCC ആയിരിക്കും, നെഗറ്റീവിലാണ് കൂടുതലെങ്കിൽ മൈനസ് VCC ആയിരിക്കും. ഓപ്പൺ ലൂപ്പിലും പോസിറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട്സിലും. നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട് ആണെങ്കിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, പ്ലസ് VCC ആയിരിക്കില്ല, മൈനസ് VCC ആയിരിക്കില്ല. ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഏതോ ഒരു വാല്യൂ ആയിരിക്കും. ആ വാല്യൂ എന്താണ് വരിക എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ബാക്കി ഇനി അനലൈസ് ചെയ്യുന്ന സർക്യൂട്ട്സ് ഒക്കെ നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട്സ് ആയിരിക്കും. അവിടെയാണ് ഡിഫറെന്റ് ഔട്ട്പുട്ട്സ് വരുന്നുണ്ടാവുള്ളൂ. ബാക്കി രണ്ട് ക്ലാസ്സസിലും സിമ്പിൾ ആണ്, ഒന്നെങ്കിൽ പോസിറ്റീവ് VCC അല്ലെങ്കിൽ മൈനസ് VCC. സെപ്പറേറ്റ് അനാലിസിസിന്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇതാണ് ഓപ്പാമ്പിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, ഹൗ ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ടു ഡിഫറെന്റ് ഫീഡ്ബാക്സ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, ആൻഡ് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദീസ് കൈൻഡ് ഓഫ് സർക്യൂട്ട്സ്. ഈ രണ്ട് കാര്യങ്ങളും ക്ലിയർ ആണോ കുട്ടികളെ? യെസ് ഓർ നോ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ക്ലിയർ അല്ലെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഇത് ക്ലിയർ അല്ലെങ്കിൽ എനിക്ക് അടുത്ത ടോപ്പിക്കുകളൊക്കെ പഠിപ്പിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകൾ വരും. റൈറ്റ്. വീട്ടിൽ പോയിട്ട് വായിച്ച് പഠിക്കാൻ നിങ്ങൾ വിചാരിക്കുന്ന ഒരുപാട് സമയം എടുക്കും. സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഏതെങ്കിലും കേസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. റൈറ്റ്. ഗ്രീഷ്മ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. സംശയങ്ങൾ വല്ലതും ഉണ്ടോ? ഗ്രീഷ്മ ബാബു, സംശയം ഇല്ലെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ, താങ്ക് യു. റൈറ്റ്. സോ ഇത് ഫണ്ടമെന്റൽ കാര്യമാണ്. ഫീഡ്ബാക്ക് ടൈപ്പ് ഐഡന്റിഫൈ ചെയ്യാം. ഒരു സർക്യൂട്ട് തന്നിട്ട് ഏത് ഫീഡ്ബാക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഔട്ട്പുട്ട് നമ്മൾ റെസിസ്റ്റൻസും കപ്പാസിറ്ററും ഒക്കെ ഉപയോഗിച്ചിട്ട് ഏത് ഇൻപുട്ടിലോട്ടാണ് കണക്ട് ചെയ്തതെന്ന് നോക്കാം. നെഗറ്റീവിലാണെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക്, പോസിറ്റീവിലാണെങ്കിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക്. ചില സർക്യൂട്ട്സിൽ രണ്ടിലോട്ടും കണക്ഷൻസ് പോയിട്ടുണ്ടാവും. അപ്പൊ അതിൽ നമ്മൾ എവിടെയാണോ കൂടുതൽ ഫീഡ്ബാക്ക് വരുന്നത് എന്ന് നോക്കും. അതായിരിക്കും അതിന്റെ നെറ്റ് ആയിട്ടുള്ള റിസൾട്ടന്റ് ഫീഡ്ബാക്ക്. റൈറ്റ്. ഓപ്പൺ ലൂപ്പ് ആണെങ്കിൽ ഇഷ്യൂസ് ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ ആണെങ്കിൽ അനലൈസ് ചെയ്യാനും എളുപ്പമാണ്. റൈറ്റ്. ഓക്കെ ആണോ? സോ സർക്യൂട്ട് നമ്പർ 1 ആൻഡ് സർക്യൂട്ട് നമ്പർ 2. സർക്യൂട്ട് നമ്പർ 2ൽ മാത്രമേ എന്തുള്ളൂ, V പ്ലസ് ഈക്വൽ ടു V മൈനസ് വാലിഡ് ആയിട്ടുള്ളൂ കേട്ടോ. അവിടെ മാത്രമേ V പ്ലസ് ഈക്വൽ ടു V മൈനസ് വാലിഡ് ആയിട്ടുള്ളൂ. ഇവിടെ V പ്ലസ് നോട്ട് ഈക്വൽ ടു V മൈനസ് ആണ്. റൈറ്റ്. അപ്പൊ നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട്സ് നമ്മൾ അനലൈസ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് ഈ ടെക്നിക്ക് ആയിരിക്കും, V പ്ലസ് ഈക്വൽ ടു V മൈനസ്. പോസിറ്റീവ് ഇൻപുട്ടിലും നെഗറ്റീവ് ഇൻപുട്ടിലും ഒരേ ലെവലാണ് വരുന്നുണ്ടാവുക എന്ന് നമ്മൾ പറയും. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ ആ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഔട്ട്പുട്ട്, അൺനോൺ ഔട്ട്പുട്ട് ഇവാലുവേറ്റ് ചെയ്യാം. റൈറ്റ്. റൈറ്റ്. അപ്പൊ നെഗറ്റീവ് ഫീഡ്ബാക്കിൽ V പ്ലസ് ഈക്വൽ ടു V മൈനസ് കണ്ടീഷൻ വരും എന്ന് നമ്മൾ പറഞ്ഞു. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ there will be a V plus equal to V minus condition. Okay. ഒപ്പം ഐഡിയൽ ആണെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ V പ്ലസ് ഈക്വൽ ടു V മൈനസ് ആയിരിക്കും നമ്മൾ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു സർക്യൂട്ട് തന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഔട്ട്പുട്ട് എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യാം. എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? V പ്ലസിൽ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ നിങ്ങൾ V ഔട്ട് ആണ് അല്ലേ, സോറി V പ്ലസിൽ V ഇൻ ആണ് അല്ലേ, V ഇൻ ആണ്. V മൈനസിൽ എന്താ കൊടുത്തിരിക്കുന്നത്? V മൈനസ് ഈസ് കണക്റ്റഡ് ടു എന്താണ് V മൈനസിൽ കൊടുത്തിരിക്കുന്നത്? നേരെ V ഔട്ട് ആണ് അല്ലേ, V ഔട്ട് ആണ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? V പ്ലസ് ഈക്വൽ ടു V മൈനസ് എന്ന് എഴുതാം. V പ്ലസ് ഈസ് ഈക്വൽ ടു V ഇൻ ആണ് അല്ലേ, ഈക്വൽ ടു V മൈനസ് എന്ന് പറഞ്ഞാൽ V ഔട്ട് ആണ് അല്ലേ. സോ V ഔട്ട് ഈക്വൽ ടു V ഇൻ ആയിരിക്കും ഈ സർക്യൂട്ടിലെ. V ഔട്ട് ഈക്വൽ ടു V ഇൻ.
റൈറ്റ്? വി ഔട്ട് ഇസ് ഈക്വൽ ടു വി ഇൻ. അപ്പൊ ഇതിന്റെ വോൾട്ടേജ് ഗെയിൻ നമ്മൾ എപ്പോഴും ഡിഫൈൻ ചെയ്യുക വി ഔട്ട് ഡിവൈഡ് ബൈ വി ഇൻ ആണ്. ഈ കേസിൽ അത് എന്തായിരിക്കും? റേഷ്യോ 1 ആയിരിക്കും അല്ലെ? അപ്പൊ വോൾട്ടേജ് ഗെയിൻ 1 ആയിട്ടുള്ള സർക്യൂട്ടിനെ നമ്മൾ ബഫർ എന്നൊക്കെ വിളിക്കും അല്ലെ? ബഫർ ആംപ്ലിഫയർ എന്ന് വിളിക്കും. ഓർ യൂണിറ്റി ഗെയിൻ ആംപ്ലിഫയർ എന്ന് വിളിക്കും. അല്ലെങ്കിൽ നമ്മൾ അതിനെ വോൾട്ടേജ് ഫോളോവർ എന്ന് വിളിക്കും അല്ലെ? കാരണം ഔട്ട്പുട്ട് സെയിം ഇൻപുട്ടിനെ ഫോളോ ചെയ്യും. വി ഔട്ട് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു വി ഇൻ. സോ വി വിൽ കോൾ ഇറ്റ് ആസ് എ വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട്. യൂണിറ്റി ഗെയിൻ ആംപ്ലിഫയർ, ബഫർ ആംപ്ലിഫയർ ഓർ വോൾട്ടേജ് ഫോളോവർ. ആ സർക്യൂട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് വി പ്ലസ് ഈക്വൽ ടു വി മൈനസ് എന്ന് പറയാം. ബിക്കോസ് ദ ഫീഡ്ബാക്ക് ഈസ് നെഗറ്റീവ് അല്ലെ? നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയതുകൊണ്ട് മാത്രമാണ്. നേരെ തിരിച്ച് പോസിറ്റീവിലാണ് ഫീഡ്ബാക്ക് എങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുമോ? ഇങ്ങനെയാണെങ്കിൽ എഴുതാൻ പാടുണ്ടോ? വി ഇൻ തന്നിട്ട് ചോദിച്ചാൽ എഴുതാൻ പാടുണ്ടോ? വി ഔട്ട് ഈക്വൽ ടു വി എന്ന് പറയാൻ പാടുണ്ടോ? യൂണിറ്റി ഗെയിൻ ആംപ്ലിഫയർ ആണോ? അല്ല. കാരണം എന്താണ്? പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് അല്ലെ? സോ വി ഔട്ട് നോട്ട് ഈക്വൽ ടു വി ഇൻ. അപ്പൊ ഒബ്വിയസ്ലി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. എന്താ ക്വസ്റ്റ്യൻ ഉണ്ടാവുക? ഔട്ട്പുട്ട് എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അല്ലെ? ഔട്ട്പുട്ട് എന്തായിരിക്കും? പോസിറ്റീവ് സപ്ലൈ ഉണ്ടാവും. അതെല്ലാ സ്ഥലത്തും ഉണ്ടാവും കേട്ടോ. ഇവിടെ ഉണ്ടാവും പ്ലസ് വി സി സി മൈനസ് വി സി സി. നമ്മൾ കാണിക്കുന്നില്ല എന്ന് മാത്രം. റൈറ്റ്? ഇവിടെയും ഉണ്ടാവും മൈനസ് വി സി സി. ഓക്കെ ആണോ? അപ്പം സെക്കൻഡ് കേസിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ആൻസർ ചെയ്യും കുട്ടികളെ? വി ഔട്ട് ഈക്വൽ ടു വി എന്ന് പറയാൻ പാടുണ്ടോ? ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ്? ഓപ്പൺ ലൂപ്പ് ആണെങ്കിലും പോസിറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട്സ് ആണെങ്കിലും ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും? ഐദർ പോസിറ്റീവ് വി സി സി ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് വി സി സി ആയിരിക്കും അല്ലെ? നമുക്കറിയാവുന്നതാണ്. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. സോ ഔട്ട്പുട്ട് വിൽ ബി സാച്ചുറേറ്റഡ് ഐദർ അറ്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. സോ പോസിറ്റീവ് വി സി സി ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് വി സി സി ആയിരിക്കും. റൈറ്റ്? അപ്പൊ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നിങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രദ്ധിച്ചിരിക്കണേ. അതും വളരെ സിമ്പിൾ ആണ്. നോക്കിയാൽ നിങ്ങൾ വി ഇന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഇൻപുട്ടിലാണ് കൂടുതൽ അല്ലെ? മൈനസ് വി സി സി ആയിരിക്കും. ഓക്കെ ആണോ? ഇനി വി ഇന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഇൻപുട്ടിലാണ് കുറവ് അല്ലെ? നെഗറ്റീവ് ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി അറ്റ് പോസിറ്റീവ് വി സി സി ആയിരിക്കും. എന്തായാലും ഐദർ പോസിറ്റീവ് ഓർ മൈനസ് വി സി സി ആയിരിക്കും. അത് നമുക്ക് ഉറപ്പാണ്. ഡിപ്പെൻഡിങ് ഓൺ ദ പൊളാരിറ്റി ഓഫ് വി ഇൻ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? Right, Deepak and Srin, in some examples of buffer amplifier applications. Okay, നമുക്ക് നോക്കാം. ബഫർ ആംപ്ലിഫയറിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. റൈറ്റ്? ഓക്കെ, റൈറ്റ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എനി അതർ ക്വസ്റ്റ്യൻസ്? റൈറ്റ്. ഗ്രീഷ്മ ബാബു റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത്. എന്താ റിപ്പീറ്റ് ചെയ്യേണ്ടത്? നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട് വർക്കിംഗ് റിപ്പീറ്റ് ചെയ്യണം അല്ലെ? റൈറ്റ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട് റിപ്പീറ്റ് ചെയ്യാം. ഉദ്ദേശിക്കുന്ന സെക്കൻഡ് സർക്യൂട്ട് ആയിരിക്കും അല്ലെ? ഈ സർക്യൂട്ട് അല്ലേ? ഇതല്ലേ സെക്കൻഡ് സർക്യൂട്ട് അല്ലേ? നമ്പർ 2 അല്ലേ? ഓക്കെ, റൈറ്റ്, നോ പ്രോബ്ലം. അപ്പൊ ആദ്യം നമുക്ക് ഗ്രീഷ്മ പറഞ്ഞ കാര്യം ചെയ്തിട്ട് ദീപക് പറഞ്ഞ കാര്യത്തിലോട്ട് പോവാം. റൈറ്റ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. നോ പ്രോബ്ലം. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. അപ്പൊ കണക്ഷൻ ഇങ്ങനെയായിരിക്കും. റൈറ്റ്. പോസിറ്റീവില് നമ്മൾ ഒരു വേരിയബിൾ വി എക്സ് എടുക്കാം. റൈറ്റ്. പോസിറ്റീവ് ആവും നെഗറ്റീവ് ആവും, ഡസന്റ് മാറ്റർ. സപ്ലൈ വോൾട്ടേജ് ഉണ്ടാവും, അതൊക്കെ ഇംപ്ലൈഡ് ആണ്, നമുക്കറിയാം. പോസിറ്റീവ് വി സി സി ഉണ്ടാവും, പ്ലസ് വി സി സി ഉണ്ടാവും, നെഗറ്റീവ് വി സി സി ഉണ്ടാവും. ഇതാണ് നമ്മളെ ഔട്ട്പുട്ട്. റൈറ്റ്. ഓക്കെ. അപ്പൊ ഇൻപുട്ടിൽ ഞാൻ ഒരു ജനറൽ വേരിയബിൾ എടുത്തെന്ന് മാത്രമല്ല. നേരത്തെ നമ്മൾ +1 വോൾട്ട് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഒരു ഡയറക്ഷനിൽ മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ 2 ഡയറക്ഷനും നോക്കാം. റൈറ്റ്. അപ്പം നമുക്ക് വി എക്സ് ഉണ്ട്. പവർ ഓൺ ചെയ്ത സമയത്ത് വി എക്സ്
പോസിറ്റീവ് ഗോയിങ് ആണെന്ന് വിചാരിക്കാം. വി എക്സ് മുകളിലോട്ടാണ് വരുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ ആണോ? പോസിറ്റീവ് ഇൻപുട്ടിൽ പോസിറ്റീവ് റൈസ് ആണെങ്കിൽ ഓപ്പാമിന്റെ ഔട്ട്പുട്ടും എങ്ങോട്ട് റൈസ് ചെയ്യും? പോസിറ്റീവിലോട്ട് റൈസ് ചെയ്യും. റൈറ്റ്. ആ പോസിറ്റീവ് റൈസ് നമ്മൾ എവിടെ കൊടുത്തിട്ടുണ്ട്? നെഗറ്റീവില് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നെഗറ്റീവിൽ ഒരു പോസിറ്റീവ് റൈസ് വന്നാൽ ഓപ്പാമിന്റെ ഔട്ട്പുട്ട് എന്താ ചെയ്യുക? ഓപ്പാമിന്റെ ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും അല്ലെ? നെഗറ്റീവിലോട്ട് പോകും. ആ നെഗറ്റീവിലോട്ട് പോകുന്ന സിഗ്നൽ വീണ്ടും നമ്മൾ പിടിച്ചിട്ട് എവിടെ കൊടുത്തിട്ടുണ്ട്? നെഗറ്റീവ് ഇൻപുട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ? അപ്പൊ നെഗറ്റീവ് ഇൻപുട്ട് കുറയും. നെഗറ്റീവ് ഇൻപുട്ട് താഴോട്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇൻപുട്ട് കുറയും. നെഗറ്റീവില് ഇൻപുട്ട് കുറയുന്ന സമയത്ത് അത് എന്തിന് ഈക്വലന്റ് ആണ്? പോസിറ്റീവ് ഇൻപുട്ടിൽ കൂടുന്നതിന് ഈക്വലന്റ് ആണ് അല്ലെ? നെഗറ്റീവ് ഇൻപുട്ടിൽ കുറയാന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻപുട്ടിൽ കൂടുന്നതിന് ഈക്വലന്റ് ആണ് അല്ലെ? അപ്പൊ നെഗറ്റീവ് ഇൻപുട്ടിൽ കുറയുമ്പോൾ ഔട്ട്പുട്ട് എങ്ങോട്ട് പോകും? വീണ്ടും പോസിറ്റീവിലോട്ട് പോകും. ആ പോസിറ്റീവിലോട്ട് പോകുന്ന സിഗ്നൽ പിടിച്ച് നേരെ നമ്മൾ ഇൻപുട്ട് നെഗറ്റീവിൽ കൊടുത്തിട്ടുണ്ട്. അത് പോസിറ്റീവിലോട്ട് പോകും. അപ്പം നെഗറ്റീവ് ഇൻപുട്ട് പോസിറ്റീവിലോട്ട് റൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വലന്റ് ടു പോസിറ്റീവ് ഇൻപുട്ട് നെഗറ്റീവിലോട്ട് പോവാന്ന് അർത്ഥം അല്ലെ? അപ്പൊ നെഗറ്റീവ് ഇൻപുട്ടില് പോസിറ്റീവ് റൈസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യും അല്ലെ? ഔട്ട്പുട്ട് ഷുഡ് ഡിക്രീസ്. ആ ഡിക്രീസ് നമ്മൾ വീണ്ടും ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ദെൻ ഔട്ട്പുട്ട് വിൽ ഇൻക്രീസ്. അപ്പൊ അതിങ്ങനെ ഒരു കൗണ്ടർ ആക്ഷൻ ഉണ്ടാവും. ഇൻക്രീസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിക്രീസ് ഉണ്ടാവും. ഒരു കൗണ്ടർ ആക്ഷൻ ഉണ്ടാവും. റൈറ്റ്? നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ കൗണ്ടർ ആക്ഷൻ ഒന്നുമില്ല. ഒരു സൈഡിലോട്ട് പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ സൈഡിൽ പോയിട്ട് അവസാനിക്കും. -VCCയിൽ അവസാനിക്കും. ഓർ സാച്ചുറേറ്റ് ചെയ്തു. ഇവിടെ ഒരു മെക്കാനിസം ഉണ്ട് ദാറ്റ് കൗണ്ടറാക്ട് ദ ഔട്ട്പുട്ട് ചേഞ്ചസ്. ഓക്കെ ആണോ ഗ്രീഷ്മ ബാബു? അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇത് സാച്ചുറേറ്റ് ചെയ്ത് എവിടെ പോവില്ല? +VCCയിലും എത്തില്ല, -VCCയിലും എത്തില്ല. അതുകൊണ്ട് ഇത് നോൺ സാച്ചുറേറ്റഡ് ആണെന്ന് പറയും. ലീനിയർ ടൈപ്പ് സർക്യൂട്ട് ആണെന്ന് പറയും. റൈറ്റ്? സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആണ്. ഫ്ലാറ്റ് കർവ് ഒക്കെ നോൺ ലീനിയർ കർവാണ്. ഫ്ലാറ്റ് അല്ലാത്ത സ്ട്രേറ്റ് ലൈൻസ് ഒക്കെയാണ് ലീനിയർ കർവായിട്ട് നമ്മൾ പറയാം. സോ ദിസ് ഈസ് എ ലീനിയർ സർക്യൂട്ട്, നോൺ സാച്ചുറേറ്റഡ് സർക്യൂട്ട്. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ദീപക് ചോദിച്ച കാര്യത്തിലോട്ട് പോവാം. ബഫർ ആംപ്ലിഫയർ എക്സാമ്പിൾ നെയിം ആയിട്ട് ഞാൻ പറയുന്നില്ല, നമുക്ക് ജസ്റ്റ് ഒരു സർക്യൂട്ട് നോക്കാം. നമുക്കൊരു സോഴ്സ് ഉണ്ട്, റൈറ്റ്? സോഴ്സ് ഉണ്ട്, VS ആണ് അതിന്റെ വാല്യൂ എന്ന് വിചാരിക്കാം. അതിന് സോഴ്സിന് ഒരു ഇമ്പിഡൻസ് ഉണ്ട്, റൈറ്റ്? ആ സോഴ്സിന്റെ പർപ്പസ് ഒരു ലോഡിലോട്ട് പവർ ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളതാണ്, റൈറ്റ്? ലോഡ് RL ഉണ്ട്, റൈറ്റ്? സപ്പോസ് അതിന്റെ വാല്യൂസ് ലെറ്റസ് ഇത് ലെറ്റസ് 10 ohm ആണെന്ന് വിചാരിക്കുക. ഇത് 10 ohm ആണെന്ന് വിചാരിക്കുക, റൈറ്റ്? അപ്പൊ RL ഡെസിപ്പേറ്റ് ചെയ്യുന്ന പവർ PL എത്രയായിരിക്കും? നോക്കിയാ നിങ്ങൾ എത്രയായിരിക്കും? ഈക്വൽ റെസിസ്റ്റേഴ്സ് ആണ്. വോൾട്ടേജ് അക്രോസ് RL, VL എന്തായിരിക്കും? VL വിൽ ബി VSന്റെ പകുതി ആയിരിക്കും അല്ലെ? V²/R ആണ് പവർ. വോൾട്ടേജ് അറ്റ് ലോഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ RL ആണ് അതിന്റെ പവർ. VL എന്ന് പറഞ്ഞാൽ VS/2 ആണ്. സോ VS²/4 വരും. സ്ക്വയർ ചെയ്യുമ്പം ഡിനോമിനേറ്ററിൽ RL ഉണ്ട്, 10 ഉണ്ട് അല്ലെ? അപ്പൊ എത്ര വരും? VS² ഡിവൈഡഡ് ബൈ 40 ആയിരിക്കും ആ ലോഡിൽ ഉണ്ടാവുന്ന പവർ, റൈറ്റ്? സെയിം സെറ്റപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ് ബഫർ ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ സോഴ്സ് ഉണ്ട്, അതിന്റെ വാല്യൂ 10 ohms ആയിരുന്നു. പിന്നെ ഇവിടെ സോഴ്സ് ഉണ്ട്, റൈറ്റ്? VS ഉണ്ട്, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്, ബഫർ ആണ്. നമ്മുടെ ലോഡ് ഇവിടെ കണക്ട് ചെയ്തെന്ന് വിചാരിക്കുക.
റൈറ്റ്. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓപ്പാം ഐഡിയൽ ആണെന്ന് നമുക്കറിയാം, പറഞ്ഞിട്ടുണ്ട്. ഓപ്പാം ഈസ് ഐഡിയൽ. ഓക്കെ, ഐഡിയൽ ആണെങ്കിൽ ഇൻപുട്ടിനകത്തോട്ട് കറണ്ട് ഫ്ലോ 0 ആയിരിക്കും. ഓക്കെ, 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 10 ഓമിലെ കൂടിയും കറണ്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല, ഡ്രോപ്പ് 0 വോൾട്ട് ആയിരിക്കും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ നോഡ് വോൾട്ടേജ് വി എസ് ആണ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. സെയിം വോൾട്ടേജ് തന്നെയായിരിക്കും എവിടെ വരുന്നുണ്ടാവുക? വി പ്ലസിലും വരുന്നുണ്ടാവുക. റൈറ്റ്, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. സോ വി പ്ലസ് ഈക്വൽ ടു വി മൈനസ് ആയിരിക്കും. റൈറ്റ്, വി പ്ലസ് വി എസ് ആണ്. വി മൈനസ് നിങ്ങൾ നോക്കിയേ, ഇത് വി ഔട്ട് ആണ് അല്ലെ. വി ഔട്ട് ഓർ വി എൽ ആണ്. ലോഡിനെ കുറിച്ചുള്ള വോൾട്ടേജിനെ ഞാൻ വി എൽ എന്ന് വിളിക്കുകയാണെങ്കിൽ വി ഔട്ട് ഈസ് വി എൽ അല്ലെ. സോ വി മൈനസ് എന്ത് തന്നെയാണ്? നോക്കിയാൽ നിങ്ങൾ വി എൽ തന്നെയാണ് അല്ലെ. വി എൽ. അപ്പൊ ആർ എൽ അക്രോസ് വരുന്ന വോൾട്ടേജ് വി എസ് ആണ് അല്ലെ. അപ്പൊ ആർ എൽ ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവർ എത്രയായിരിക്കും? വോൾട്ടേജ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ എൽ ആണ്. ആർ എല്ലിന്റെ വാല്യൂ 10 ഓം ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ, 10 ഓം. സോ വി എൽ ഈക്വൽ ടു വി എസ് ആയിരിക്കും. സോ പവർ വി എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ എൽ ആയിരിക്കും. വി എൽ ഈക്വൽ ടു വി എസ് ആണ്. സോ വി എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 10 ആയിരിക്കും ലോഡിലെ പവർ. റൈറ്റ്, വി എസ് സ്ക്വയറിന്റെ 1/10 എവിടെ എത്തും? പി എൽ ലോഡിൽ പവർ ആയിട്ട് വരും. ഇവിടെ നോക്കിയ വി എസ് സ്ക്വയറിന്റെ 1/40 ആണ് വരുന്നുണ്ടാവുക അല്ലെ. ശരിക്കും നമ്മുടെ എയിം എന്തായിരുന്നു? വി എസ് കംപ്ലീറ്റ് ആയിട്ട് ലോഡില് പവർ എത്തിക്കണം അല്ലെ. നിങ്ങൾക്കറിയാം, ഏത് വോൾട്ടേജ് സോഴ്സ് ആണെങ്കിലും അതിനൊരു സീരീസ് ഇംപിഡൻസ് ഉണ്ടാവും. റൈറ്റ്, ഐഡിയൽ സോഴ്സ് ആണെങ്കിൽ മാത്രമേ സീരീസ് ഇംപിഡൻസ് 0 ആയിട്ട് മാറുള്ളൂ അല്ലെ. അപ്പം ഈ കേസിൽ സീരീസ് ഇംപിഡൻസ്, ഇന്റേണൽ ഇംപിഡൻസ് 10 ഓം ആണ് കാണിച്ചിട്ടിരിക്കുന്നത് അല്ലെ. അത് 0 ഓം ആയിരുന്നെങ്കിൽ, 0 ഓം ആയിരുന്നു ഇന്റേണൽ റെസിസ്റ്റൻസ് എങ്കിൽ സോഴ്സിന്റെ ആർ എസ് ഈക്വൽ ടു 0 ഓം ആയിരുന്നെങ്കിൽ നമുക്ക് എത്ര പവർ കിട്ടിയെന്ന് അവിടെ നോക്കിയാൽ നിങ്ങൾ? ലോഡിന് അക്രോസ് ആയിട്ട് ആർ എല്ലിന് അക്രോസ് ആയിട്ട് വി എൽ വരും അല്ലെ. സോ വി എസ് വരും അല്ലെ. സോ വി എസ് സ്ക്വയർ ഡിവൈഡ് ബൈ 10 വരും അല്ലെ. അപ്പൊ ഇതാണ് ഐഡിയൽ സിറ്റുവേഷൻ. ആ ഐഡിയൽ സിറ്റുവേഷനിലെ പവർ നമുക്ക് ഇവിടെ കിട്ടി. ഈ 10 ഓം വരുന്നത് കൊണ്ട് പവർ 1/40 ഓഫ് വി സ്ക്വയർ ആയി മാറിയിട്ടുണ്ടായിരുന്നു. ഇതിന് നമ്മൾ ലോഡിംഗ് എന്ന് പറയും. ലോഡിംഗ്. എന്തുകൊണ്ടാണ് ലോഡിംഗ് ഉണ്ടായത്? സോഴ്സിന്റെ റെസിസ്റ്റൻസ് ആർ എസ് നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട്. ഈക്വൽ ടു 0 ആണെങ്കിൽ ഇഷ്യൂസ് ഒന്നുമില്ല, വി എസ് സ്ക്വയർ ബൈ 10 മാക്സിമം പവർ നമുക്ക് കിട്ടും. അപ്പൊ അവിടെ അങ്ങനെ ഒരു ലോഡിംഗ് ഉണ്ടെങ്കിലും ഓപ്പാമ്പിന്റെ കൂടെ നമ്മൾ ഉപയോഗിച്ചപ്പം ഇതാണ് ആ സോഴ്സ് അല്ലെ. അവിടെ ആർ എസ് 10 ഓം തന്നെയാണ്. ആർ എസ് നോട്ട് ഈക്വൽ ടു 0 ആണ് അല്ലെ. പക്ഷേ ഔട്ട്പുട്ടില് ജനറേറ്റ് ചെയ്യാൻ പറ്റിയ പവർ എത്രയാണ്? വി സ്ക്വയറിന്റെ 1/10 ആണ്. സെയിം ആസ് ദാറ്റ് ഓഫ് ഐഡിയൽ കേസ്. റൈറ്റ്. അപ്പം നമുക്കൊരു സോഴ്സ് നിന്ന് ഒരു ലോഡിലോട്ട് പവർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അവിടെ ഇംപിഡൻസിന്റെ മിസ്മാച്ചിങ് ഉണ്ടാവും. റൈറ്റ്. ആ ഇംപിഡൻസിന്റെ മിസ്മാച്ചിങ് ഒഴിവാക്കിയിട്ട് മാക്സിമം പവർ ട്രാൻസ്ഫറിങ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബഫർ ആംപ്ലിഫയർ ഉപയോഗിക്കാം. ബഫർ ആംപ്ലിഫയർ വേറെ ഒന്നും ചെയ്യുന്നില്ല. ബഫർ ആംപ്ലിഫയറിന്റെ പ്രോപ്പർട്ടി ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ആയിരിക്കും ആൻഡ് ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ്. അപ്പം 2 സ്റ്റേജിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ ഓപ്പാമ്പ് ഇൻസേർട്ട് ചെയ്തത് ഇവിടെ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് അല്ലെ. വി എസ് ഇവിടെ ഉണ്ടായിരുന്നു ആക്ച്വൽ സർക്യൂട്ടില്. ഇവിടെ 10 ഓം ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ പൊട്ടിച്ചിട്ട് ബ്രേക്ക് എടുത്തിട്ട് അവിടെ ഞാൻ എന്ത് ഇൻസേർട്ട് ചെയ്തു? ഒരു ഓപ്പാമ്പ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തു അല്ലെ. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തു. ലോഡ് അതിന്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തു. റൈറ്റ്, ആർ എൽ. അപ്പൊ ഇതിന്റെ ഇടയ്ക്കാണ് നമ്മൾ ആ ഓപ്പാമ്പിന്റെ സ്റ്റേജ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ലോഡിങ് ഇഷ്യൂസ് ഉണ്ടാവുമ്പം പവർ ഡെലിവർ ചെയ്യുന്ന സർക്യൂട്ടിനും ലോഡിനും ഇടയ്ക്കായിട്ട്, അതിനിടയ്ക്കായിട്ട് നമുക്കൊരു സ്റ്റേജ് വേണമെങ്കിൽ ഇൻസേർട്ട് ചെയ്യാം.
ആ സ്റ്റേജ് ഗെയിൻ ഒന്നും പ്രൊവൈഡ് ചെയ്യില്ല, വോൾട്ടേജ് ഗെയിൻ 1 ആയിരിക്കും. ബട്ട് ദാറ്റ് വിൽ സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ് ദ ലോഡിംഗ് എഫക്റ്റ്. അപ്പൊ ലോഡിംഗ് എഫക്റ്റ് ഒഴിവാക്കേണ്ട സർക്യൂട്ട്സ് എവിടെയൊക്കെയാണോ നമുക്ക് ആവശ്യം, അവിടെ നമുക്ക് ബഫർ ആംപ്ലിഫയർ ഉപയോഗിക്കാം. ഒന്നും കൂടെ പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ ഇംപിഡൻസ് മാച്ചിങ് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ബഫർ ആംപ്ലിഫയർ അല്ലെങ്കിൽ യൂണിറ്റി ഗെയിൻ ആംപ്ലിഫയർ അല്ലെങ്കിൽ വോൾട്ടേജ് ഫോളോവർ ഉപയോഗിക്കാം. ബഫർ ആംപ്ലിഫയറിന്റെ പ്രത്യേകത വോൾട്ടേജ് ഗെയിൻ 1 ആയിരിക്കും, ഇൻപുട്ട് ഇംപിഡൻസ് ഇൻഫിനൈറ്റ് ആയിരിക്കും, ഔട്ട്പുട്ട് ഇംപിഡൻസ് 0 ആയിരിക്കും. ഐഡിയലി പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ വോൾട്ടേജ് ഗെയിൻ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1, ഇൻപുട്ട് ഇംപിഡൻസ് ഇസ് വെരി വെരി ഹൈ, ഔട്ട്പുട്ട് ഇംപിഡൻസ് ഇസ് വെരി വെരി ലോ. ക്ലിയർ ആണോ ദീപക്? റൈറ്റ്, അത്രേ ഉള്ളൂ നമുക്ക് ഇംപിഡൻസ് മാച്ചിങ്ങിനെ കുറിച്ച് പറയാനുള്ളൂ. ദീപക് പറഞ്ഞോളൂ. ഒരു ഡൗട്ട് കൂടി ചോദിച്ചോട്ടെ? പറഞ്ഞോളൂ. നെഗറ്റീവ് ഫീഡ്ബാക്ക് കേസിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കൗണ്ടറാക്ഷൻ നടക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിന് ഇടയ്ക്ക് ഒരു ഡിലേ ഉണ്ടാവില്ലേ? റൈറ്റ്, ഡിലേ ഉണ്ടാവും. അപ്പം ആ ഡിലേ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡിലേ ഓപ്പാമ്പിന്റെ ഔട്ട്പുട്ടിൽ സിഗ്നൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈക്വലന്റ് ആയിട്ട് ഏത് സർക്യൂട്ട് ആണെങ്കിലും അതിന്റെ ഇൻപുട്ട് ഗ്രൗണ്ടും ഔട്ട്പുട്ട് ഗ്രൗണ്ടും ഒരു കപ്പാസിറ്റീവ് ആക്ഷൻ എന്തായാലും ഉണ്ടാവും. അപ്പൊ കപ്പാസിറ്റർ ചാർജിങ് ഡിസ്ചാർജിങ് അതിന്റെ സ്പീഡൊക്കെ അനുസരിച്ചിട്ട് അവിടെ എന്തായാലും ഒരു ഡിലേ ഉണ്ടാവും. അപ്പൊ ഡിലേ ഈസ് പ്രൊപ്പോർഷണൽ ടു ഔട്ട്പുട്ട് capacitance from output terminal of the op-amp to the ground terminal. ഐഡിയൽ കേസിൽ അത് ഇൻഫിനിറ്റ് ആയിരിക്കും കപ്പാസിറ്റർ. ഇൻഫിനിറ്റ് അല്ല, കപ്പാസിറ്റർ ചാർജ് ചെയ്യാതിരിക്കണമെങ്കിൽ കപ്പാസിറ്റർ ഉണ്ടാവില്ല, ആബ്സെന്റ് ആയിരിക്കും. ഐഡിയൽ കേസിൽ ഈ ഡിലേ ഉണ്ടാവില്ല. ഓക്കെ ആണോ സാർ? അപ്പൊ ഡിലേ ഉണ്ടാവില്ലെങ്കിൽ ആ വേവ് ഫോമിന്റെ ഷേപ്പ് ഒന്ന് വരച്ച് കാണിക്കാവോ? റൈറ്റ്, നമുക്ക് നോക്കാം. ഓക്കെ, റൈറ്റ്. ബഫർ ആംപ്ലിഫയറിൽ നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെന്ന് പറഞ്ഞു. റൈറ്റ്, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. പോസിറ്റീവ് ഇൻപുട്ടിൽ നമ്മൾ ലെറ്റസ് ഒരു ജസ്റ്റ് ഐഡിയൽ ആയിട്ടുള്ള ഒരു സ്ക്വയർ പൾസ് ആണ് കൊടുക്കുന്നത് വിചാരിക്കുക. റൈറ്റ്, പൾസ് കൊടുക്കുന്നു. റൈറ്റ്, ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ലെറ്റസ് ഇത് 5 വോൾട്ട് ആണെന്ന് വിചാരിച്ചോളൂ ഇൻപുട്ട്. ഇതൊരു ബഫർ ആംപ്ലിഫയർ ആണ്, ഗെയിൻ ഒന്നും തന്നെ ഇല്ല. റൈറ്റ്, ആൻഡ് ദിസ് ഈസ് മൈ വി ഔട്ട്. അപ്പം ഓപ്പാമ്പില് ഈ ഡിലേസ് ഒന്നുമില്ല, ഐഡിയൽ ആണെങ്കിൽ ഈ ഷേപ്പ് അതേപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ പ്രിസർവ് ചെയ്യാൻ പറ്റും. ഗെയിൻ 1 ആയതുകൊണ്ട് സ്കെയിലിംഗ് ഒന്നും തന്നെ ഉണ്ടാവില്ല. റൈറ്റ്, ഗെയിൻ 1 ആണ്. അപ്പോൾ ഔട്ട്പുട്ട് ഇതേപോലെ തന്നെ ഇരിക്കും. വി ഔട്ട് വിൽ ബി സെയിം ആസ് ഇൻപുട്ട് ഐഡിയൽ കേസിൽ. ഇനി അവിടെ കപ്പാസിറ്റൻസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക, സ്ലൂ റേറ്റ് ഇൻഫിനിറ്റ് അല്ല എന്ന് വിചാരിക്കുക. റൈറ്റ്, അപ്പം നമുക്ക് സ്ലൂ റേറ്റ് ലെറ്റസ് ഐഡിയൽ അല്ല എന്ന് വിചാരിക്കുക. സ്ലൂ റേറ്റ് SR ഈക്വൽ ടു 1 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. റൈറ്റ്, അപ്പോൾ ഇവിടെ T മൈക്രോ സെക്കൻഡിലാണ് നമുക്ക് ജസ്റ്റ് അസ്യൂം ചെയ്യാം. T ഈസ് ഇൻ മൈക്രോ സെക്കൻഡ്സ്. അപ്പൊ സ്ലൂ റേറ്റ് വരാൻ കാര്യം ഔട്ട്പുട്ടിൽ ഒരു കപ്പാസിറ്റീവ് ആക്ഷൻ ഉള്ളതുകൊണ്ടാണ്. സ്ലൂ റേറ്റ് നോട്ട് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്, ഫൈനൈറ്റ് ആണ്. 1 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണ്. 1 വോൾട്ട് റൈസ് ഉണ്ടാവണമെങ്കിൽ അതിന് 1 മൈക്രോ സെക്കൻഡ് എടുക്കും. റൈറ്റ്, സപ്പോസ് ഇത് 2 വോൾട്ട് ആണെന്ന് വിചാരിച്ചോളൂ, 2 മൈക്രോ സെക്കൻഡ് ആണെന്ന് വിചാരിച്ചോളൂ ഈ ഇന്റർവെൽ. ഇത് 4 മൈക്രോ സെക്കൻഡ്സ് ആണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഐഡിയൽ ആണെങ്കിൽ കറക്റ്റ് 2ല് നമുക്ക് ഇവിടെ 0 വരും, 4ൽ വീണ്ടും അത് ഹൈയിലോട്ട് പോകും. സ്ലൂ റേറ്റ് 1 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണെങ്കിൽ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? ഔട്ട്പുട്ടിന് ക്വിക്കായിട്ട് റൈസ് ചെയ്യാൻ പറ്റില്ല. 1 വോൾട്ട് റൈസ് ചെയ്യണമെങ്കിൽ അയാള് 1 മൈക്രോ സെക്കൻഡ് എടുക്കും. അപ്പൊ 5 വോൾട്ട് റൈസ് ചെയ്യണമെങ്കിൽ എത്ര സെക്കൻഡ് എടുക്കും? 5 മൈക്രോ സെക്കൻഡ് എടുക്കും. റൈറ്റ്, സോ 5 വോൾട്ട് എത്തണമെങ്കിൽ അത് 5 മൈക്രോ സെക്കൻഡിലെ എത്തും. സോ ഔട്ട്പുട്ട് വിൽ ഗെറ്റ് ഡിസ്റ്റോർട്ടഡ്. ഷേപ്പ് നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റില്ല.
കപ്പാസിറ്റീവ് ആക്ഷൻ ഉണ്ടെങ്കിൽ സ്ലൂ റേറ്റ് ഫൈനൈറ്റ് ആയിരിക്കും, ഡിലേ ഉണ്ടാവും. സോ അതിനനുസരിച്ചിട്ട് ഔട്ട്പുട്ടിൽ ഒരു ലാഗ് ഉണ്ടാവും, ഐഡിയൽ ബിഹേവിയർ കിട്ടില്ല, ഇൻപുട്ടിന്റെ അതേ ഷേപ്പ് നമുക്ക് ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പറയും ഔട്ട്പുട്ട് ഈസ് ഡിസ്റ്റോർട്ടഡ് എന്ന് പറയും. ഓക്കെ ആണോ? റൈറ്റ് ദീപക്, ഓക്കെ ആണോ? യെസ്. റൈറ്റ്. ഇപ്പൊ 2 മൈക്രോ സെക്കൻഡ് കൊണ്ട് അത് 2 വോൾട്ടിൽ എത്തുള്ളൂ, 5 മൈക്രോ സെക്കൻഡിലായിരിക്കും അത് 5 വോൾട്ടിൽ എത്തുന്നുണ്ടാവുക. ഇനി തിരിച്ച് അതിന് 5 വോൾട്ട് നിന്ന് 0 വരണമെങ്കിൽ അത് വീണ്ടും എന്തെടുക്കും? എത്ര സെക്കൻഡ് എടുക്കും? അനദർ 5 മൈക്രോ സെക്കൻഡ് എടുക്കും. ഓക്കെ, സോ 10 മൈക്രോ സെക്കൻഡിലായിരിക്കും അത് തിരിച്ച് 0 വരിക. 5 വോൾട്ട് ചേഞ്ചിന് അതിന് 5 മൈക്രോ സെക്കൻഡ് എക്സ്ട്രാ വേണ്ടി വരും. സോ 5 + 5 10 മൈക്രോ സെക്കൻഡ്സ് എടുക്കും. ആ ഡിസ്റ്റോർഷൻസ് അവിടെ ഉണ്ടാവും. ഓക്കെ ആണോ? അപ്പൊ ഫണ്ടമെന്റൽ കാര്യങ്ങൾ എനിക്ക് കൺവേ ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. ബാക്കി സർക്യൂട്ട്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. വി പ്ലസ് ഈക്വൽ ടു വി മൈനസ് കണ്ടീഷനിൽ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ, നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ, അത് രണ്ടും അല്ലാത്ത ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ചില ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ നമുക്ക് സമ്മർ ഡിഫറൻസ് ആംപ്ലിഫയർ, പിന്നെ ഇൻ്റഗ്രേറ്റർ, ഡിഫറൻഷിയേറ്റർ, അത്രയും നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. റൈറ്റ്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ആണോ? എനി ഡൗട്ട്സ്, എനി ക്വറീസ്? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. റൈറ്റ്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ആണോ? റൈറ്റ്. Thank you all. Thank you for listening to the class. Thank you for your time. We'll meet next time. Okay. Thank you all.